സദസ്സിലുമുള്ള ഏവർക്കും എൻ്റെ വിനീതമായ ജ്യോതിഷ പരിഷത്തിൻ്റെ 50 കൊല്ലം പൂർണ്ണമാക്കുന്നതിനോടനുബന്ധിച്ച് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടിയുടെ ഭാഗമായി ഇന്ന് ആദ്യപടിയായ ഉദ്ഘാടന കർമ്മം കഴിഞ്ഞിരിക്കുകയാണ്. ഈ 50 വർഷക്കാലമായി എന്നുള്ളതല്ല വലിയൊരു കാലഘട്ടമാണ്. ഈ സേവനം 50 വർഷം ചെയ്യാൻ കഴിഞ്ഞു. ഇത് ഒരുപാട് ജ്യോതിഷികളും ഒരുപാട് സംസ്കൃത പണ്ഡിതന്മാരും വേദാന്തികളും ഒക്കെ ആയി പ്രവർത്തിക്കാറുന്ന ഒരു സാഹചര്യം ഇത്രയും കാലമായി നടന്നു വരുന്നു എന്നാണ് അതിയായി സന്തോഷമുണ്ട്. എനിക്ക് എൻ്റെ അനുഭവത്തിൽ ഈ ജ്യോതിഷ പരിഷത്ത് ഇത്രയും മനോഹരമായി നടക്കുന്നത് തന്നെ ഇത് തുടങ്ങി വെച്ച ആൾക്കാരുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. ഒരു സംശയമില്ല. അത് ABS പഠിക്കുന്ന തുടങ്ങി വെച്ച ആ പാത പിന്തുടർന്ന് പിന്നെ അതിനെ അകമ്പടി സേവിച്ച് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റു നടത്തി കൊണ്ടുപോയി അവസാനം ഇപ്പോൾ രഘുരാമ പഠിക്കേണ്ടി എത്തി നിൽക്കുന്ന സമയം വളരെ നല്ല ആത്മാർത്ഥമായി സത്യസന്ധമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പം അതിൽ പഠിക്കുന്നവർ പഠിച്ച് പുറത്തിറങ്ങിയ ആൾക്കാർക്ക് ജ്യോതിഷമായിട്ടുള്ള ആൾക്കാരൊക്കെ നല്ല മനഃശുദ്ധിയോടെ ആത്മാർത്ഥമായി ഈ ശാസ്ത്രത്തെ നോക്കി കാണുകയും ശാസ്ത്രം മനസ്സിലാക്കി ശാസ്ത്രത്തിൽ പറയുന്നത് പോലെ സത്യസന്ധത മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ നിങ്ങൾക്കത് ചെയ്യാൻ കഴിയട്ടെ. ഒരാളും അതിൽ നിന്ന് മോശമായിട്ട് ഒരാളും വ്യാഖ്യാനിക്കുകയോ അതിലേക്ക് പോയാൽ കുഴപ്പമാണ്, അങ്ങനെ ശരിയല്ല എന്ന് പറയുക, അങ്ങനെ ഒരു രീതിയിൽ ഒരാളെ കുറിച്ച് കേൾക്കാതിരിക്കുന്ന സാഹചര്യം ഇത് തന്നെയാണ് വരും കാര്യങ്ങളും വേണ്ടത്. എന്തായാലും എനിക്കൊക്കെ ഞാൻ ജ്യോതിഷമായിട്ട് എന്താ എനിക്ക് ബന്ധം എന്നൊക്കെ നമ്മൾ ചോദിച്ചാൽ ജ്യോതിഷം ബന്ധം എന്ന് പറഞ്ഞാൽ നല്ല മനുഷ്യനായിട്ട് ജീവിക്കാനുള്ള ആഗ്രഹമുള്ള ഒരാൾ മനുഷ്യനാകുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കാര്യം. അത് നമ്മുടെ സ്വന്തമായ കാര്യമല്ല. നമ്മളിവിടെ ജീവിച്ചിരുന്നിട്ട് ആർക്കും ഉപദ്രവം ഇല്ലാണ്ട് ഉപകാരമില്ലാണ്ട് ജീവിച്ച് നമ്മൾ പോയിട്ട് എന്താ കാര്യം? അപ്പം നല്ലത് ചിന്തിക്കുക, മനസ്സ് ശുദ്ധമാക്കുക, മറ്റുള്ളവർക്കും നല്ല പ്രേരണകൾ കൊടുത്ത് മറ്റുള്ളവർക്ക് നന്നാക്കുക. നമ്മളല്ല ഇവിടെ ഏറ്റവും വലിയ ആൾക്കാർ. അടിസ്ഥാനപരമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഞാൻ എൻ്റെ ജീവിതത്തിൽ പഠിച്ച പാഠം, നമ്മളിവിടെ ആരുമല്ല. നമ്മളല്ലാത്ത ഏതൊരാളും നമ്മളെക്കാൾ ഭയങ്കരനാണെന്നുള്ള ബോധം നമ്മൾ നയിക്കണം. ഏതൊരു വ്യക്തിയെയും നമ്മുടെ ജീവിതത്തിൽ വേണ്ട കാര്യം സത്യസന്ധത, മനസ്സ് ശുദ്ധമാക്കുക, ഉപകാരസ്മരണം, നല്ല കാര്യങ്ങൾ ചെയ്യുക, മനുഷ്യർക്ക് ഉപദ്രവമില്ലാതിരിക്കുക, പോസിറ്റീവായി ചിന്തിക്കുക, നെഗറ്റീവ് ആകാതിരിക്കുക. ഏറ്റവും വലിയ കാര്യമാണ്. ഇതിലെല്ലാ തരത്തിലുള്ള കാര്യങ്ങളും അടങ്ങിയിരിക്കുക. കാരണം നമ്മൾ പോസിറ്റീവായി ചിന്തിച്ചാൽ നെഗറ്റീവായിട്ട് ചിന്ത നമ്മളിൽ നിന്ന് ഒഴിവാക്കിയാൽ തന്നെ ഒരു തരത്തിലും ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ മനസ്സിൻ്റെ സ്വന്തം ശക്തി, അവനവൻ്റെ ശക്തി, അവനവൻ്റെ മനസ്സിന് ഉറച്ച വിശ്വാസവും ആത്മവിശ്വാസത്തോടെ ജീവിക്കാൻ പറ്റിയാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ ഭക്തിയും ശക്തിയും. തനിച്ച് എൻ്റെ എന്നുള്ള ചിന്ത ഒഴിവാക്കി നമ്മുടെ എന്ന് പറയാനുള്ള മനോഭാവം, അതാണ് മനുഷ്യർക്ക് വേണ്ടത്. നല്ല മനുഷ്യനായതെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഉപകാരം സ്മരണം, ഉപകാരപ്രദമായ കാര്യം ചെയ്യുക. നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലം എത്രയാണോ ആർക്കും പറയാൻ പറ്റില്ല. ആ കാലം അത്രയും നല്ല രീതിയിൽ സംസ്കാര സമ്പന്നമായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക, ഉപകാരം ചെയ്യുക, ഉപദ്രവിക്കാതിരിക്കുക. അപ്പം അതിനൊക്കെ ഒരു പ്രേരണ എന്ന് പറഞ്ഞാൽ എനിക്കൊക്കെ ചില പാട്ടുകൾ ഈ സംഗീത രംഗത്ത് ഉണ്ടായ കാലം മുതൽ എന്തോ ഞാൻ അറിയാതെ എന്നെ കൊണ്ട് ചെയ്യിക്കുന്നു, അല്ലെങ്കിൽ എന്നിൽ നിന്ന് ഉണ്ടായി എന്നൊക്കെ പറയുന്നതാണ് ദൈവാധീനവും നമ്മുടെ ആ ആത്മാർത്ഥമായ ഒരു ജീവിത നിഷ്ഠയോടുകൂടെ നമുക്ക് സമ്പാദ്യമായിട്ട് വന്നതാണ്. അത് ആദ്യം കൽപ്പാന്തകാലത്തോളം പാട്ടുണ്ടാക്കി, അത് ജനങ്ങൾ സ്വീകരിച്ച പാട്ടുണ്ടാക്കിയപ്പോൾ മലയാളികളായിട്ടുള്ള എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടം തോന്നിക്കുന്ന ഒരു പാട്ടായി തീർന്നു. അത് തന്നെയാണ് ഞാൻ ഇന്നും നിൽക്കുന്നത്. എത്രായിരം പാട്ടുണ്ടാക്കിയാലും ഞാൻ ഇത് പോകില്ല. എന്നെ കൽപ്പാന്തകാലത്തിൽ കെട്ടിയിട്ടിരിക്കുക ജനം എന്ന് പറഞ്ഞാൽ അത് അധികമാവില്ല. ആ ഒരു പാട്ടെന്ന് പറഞ്ഞ ജനങ്ങൾക്കൊക്കെ എന്നെ തിരിച്ചത്. എത്രായിരം പാട്ടുണ്ടാക്കിയിട്ട് കൽപ്പാന്തകാലല്ലേ, അതേപോലെ കൽപ്പാന്തകാലത്ത് പറയുന്ന ആൾക്കാരുടെ പേര് ഓർമ്മയിലുണ്ട്. അങ്ങനെ കൂടി പറയേണ്ട ആൾക്കാർ കൽപ്പാന്തകാലം അത് ഭാര്യ മക്കൾ മുമ്പ് അവർക്ക് പേര് ഓർമ്മിക്കേണ്ടതാണ്. കളിയാക്കല്ല, ആ പാട്ടിലൂടെ എന്നെ സൃഷ്ടിച്ച ഈ കേൾവിക്കാരും നമ്മുടെ മലയാളികളും, അതാണ് എൻ്റെ നിലനിൽപ്പ്. ഞാൻ
എത്ര കാലമായിട്ട് നിൽക്കട്ടെ. പിന്നെ അതിന് വേറെ വിശേഷം എന്താ പറയുക, എന്ത് കാര്യമാണെങ്കിലും നമ്മൾ വ്യക്തിത്വമുള്ളവരാകണം, വ്യത്യസ്തന്മാരാകണം. അത് വളരെ നിർബന്ധമാണ്. ഇപ്പോൾ സുരേന്ദ്ര പണിക്കരെ പോലെ ആവരുത് ഉണ്ണിരാജ പണിക്കർ, ഉണ്ണിരാജ പണിക്കരെ പോലെ ആവരുത് മറ്റേ മനോഹരൻ, മനോഹരനെ പോലെ ആകരുത് വേണുഗോപാലൻ എന്ന് പറയുന്ന സ്വന്തമായ ശൈലിയുടെ ഉടമസ്ഥന്മാരായി തീരണമെങ്കിൽ അവനവൻ്റെ സ്വന്തമായ അധ്വാനം, അവനവൻ്റെ നിഷ്ഠ, അവനവൻ്റെ ക്രിയേഷൻ അത് നമ്മൾ നിർബന്ധമാക്കി സ്വന്തമാക്കി തീർക്കാൻ കഴിയണം. ഈ സംഗീതത്തിന് അത് തന്നെയാണ്. ഈ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഇത് ഈ വൈദ്യശാസ്ത്രം അതല്ലെങ്കിൽ ജ്യോതിഷം എന്നൊക്കെ പറയുന്നത് കണക്ക് തന്നെയാണ്, ഒരു കണക്ക് കൂട്ടലാണ്. ഇന്ന് ഞാനിവിടെ 9:15 നോട്ടീസ് അത് ഞാൻ 9:20 എത്തി. ഞാൻ വൈകില്ല വൈകത്താണ് ഇവിടെ വന്നപ്പോൾ എന്താ സംഭവം, ഇവിടെ വേദിയിൽ ചെയറായിട്ട് ചെറിയ കുറച്ചാൾക്കാരുണ്ടോ. പക്ഷേ 9 മണിക്ക് രാഘവാല, 10:30 മണിക്ക് രാഘവാല കഴിയുള്ളൂ. അത് ഞാൻ മിസ്റ്റർ MD മോഹനോട് പറഞ്ഞു, മോഹന എത്ര കിടന്ന് ഓടിയിട്ടും കാര്യമില്ല, 10:30 മണി കഴിയുമ്പോൾ നടക്കില്ല. ഇത് ശാസ്ത്രഗതിയാണ്. ഇന്ന് ശനിയാഴ്ച 9 മണി 10:30 രാഘവല, അവർ 10:30 10:30 നടക്കുമോ? അതല്ലേ നടന്നുള്ളൂ. ഇത് തന്നെ മനസ്സിലാക്കണം. അപ്പൊ തന്നെയാണ് ഈ ശാസ്ത്രത്തിന്റെ പ്രത്യേകത. ഒരു ദിവസം ഒരു ട്രെയിനിൽ പോകുമ്പോൾ നിരീശ്വരവാദികളായിട്ടുള്ള കുറെ ആൾക്കാർ ഈ ഭാഗത്തുള്ള മനുഷ്യരുണ്ടല്ലോ. അപ്പൊ അവർക്കൊക്കെയുള്ള ഒരു ഉണർവിന് വേണ്ടി പറയാം, ഒരു യോഗ്യനായിട്ടുള്ള ട്രെയിനിൽ ഫേസ് ടു ഫേസ് മുമ്പ് ട്രെയിനിലൊക്കെ യാത്ര ആൾക്കാർ മരിച്ച വീട്ടിൽ പോകണം ഒരു രീതിയിലാണ് പോകാം. ഒരാളായിട്ട് ബന്ധമില്ല, മിണ്ടില്ല. അപ്പൊ നമ്മൾ സംസാരിക്കാൻ വളരെ ഇഷ്ടമാണെങ്കിൽ നമ്മൾ സംസാരിക്കണമെങ്കിൽ മറ്റാൾ സംസാരിക്കില്ലല്ലോ. ഭയങ്കര ഗൗരവമായിരിക്കും. ഫേസ്ബുക്കിൽ ഇരിക്കുന്ന ആൾക്കാർ ട്രെയിനിൽ ആരണാവോ, പക്ഷെ അവരൊക്കെ ഈ ഭയങ്കര സങ്കടത്തിൽ മരിച്ചോടത്തി പോകാൻ കഴിയും. ആ മഴയാണ് അതിലിരിക്കും. പക്ഷെ അങ്ങനെ ഇരിക്കുന്ന ഒരാളെ ഒരു മിടുക്കനായിട്ട് ഒരു ചോദിച്ചു, അന്ന് ഭരണരക്ഷല്ലേ ഭരണരക്ഷല്ലേ അതെ എൻ്റെ അല്ല അങ്ങേക്ക് കഴിഞ്ഞ മാസം ഒരു ജാക്കറ്റ് വെച്ച് വയനാട് പിന്നെന്താ പിന്നെ അയാൾക്ക് ഇതറിയണം, ഇതറിയാണ്ട് നിർത്തിയാണ് ആ ദൂരം മുഴുവൻ പോയി. അതെ കഴിഞ്ഞ മാസം ഒരു ചെറിയൊരു ആക്സിഡന്റ് ശരിയാ, ഒത്തിരി കാലത്തോടെ ഒരു എല്ലാവരും ശരി. അപ്പൊ ഇയാൾ അടുത്ത് വന്നു അടുത്ത്. അപ്പൊ അയാൾക്ക് കേൾക്കാൻ പറ്റുന്നു, അയാൾ ചോദിച്ചറിയാൻ ഈ കാര്യങ്ങൾ എന്തൊരു സന്തോഷമായി. അതൊരു കാര്യം എല്ലാ ഗൗരവവും പോയി. അപ്പൊ ഇതെല്ലാവരും മനസ്സിലുള്ളതാണ് സുഹൃത്തുക്കളെ. എല്ലാ യോഗ്യന്മാരും എല്ലാ മന്ത്രിമാരും എല്ലാ വിഭാഗക്കാർക്കും മനസ്സിന്റെ ചിന്തയാണ്, ഒരിക്കലും മാറ്റിക്കളയാൻ പറ്റില്ല. അവർ സൂത്രത്തില് മനസ്സിൽ വയ്ക്കും, ഒളിച്ചൊന്ന് കേൾക്കുക. ഞാൻ എൻ്റെ ഒരു അനുഭവത്തിന്റെ കാര്യം പറയാം. ഇത്രയും സംസാരിച്ച കൂട്ടത്തില് ഞാൻ എൻ്റെ പറഞ്ഞു കേട്ടതല്ലാത്ത എൻ്റെ സ്വന്തം അനുഭവം പറയാം. ഓൺലി സാറും ഞാനും കൂടെ ഒരു പടത്തിന്റെ കമ്പോസിങ്, അതൊരു വീട്ടിലായിരുന്നു. 4 പാട്ടുകൾ ചെയ്യണം. അപ്പോൾ ആ വീട്ടിലെ പ്രൊഡ്യൂസർ ഒരു ഒഴിഞ്ഞ വീട് ഗൾഫിലാണ്, അവരുടെ എസ്എൽ കെട്ടിടം. അപ്പോൾ ഞങ്ങൾക്ക് 2-3 ബെഡ്റൂമും അടുക്കളയൊക്കെ ആയിട്ട് വലിയ ബെസ്റ്റ് ഉണ്ടാക്കി തന്നു ഞങ്ങൾ അവിടെ. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത വീട്ടിൽ പ്രൊഡ്യൂസർ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് ഞങ്ങളിങ്ങനെ രാവും പകരമായിട്ട് 2-4 ദിവസം കൊണ്ട് ഈ പാട്ടുണ്ടാകട്ടെ. അങ്ങനെ ഇന്ന് അവരുടെ പാട്ട് എഴുതി ചെയ്യാം. അപ്പോൾ മാഷ് സാറൊക്കെ ഒരു ട്യൂൺ ഉണ്ടാക്കിയോ, ഈ വെറൈറ്റി നമുക്ക് ട്യൂണായ കുറച്ചുകൂടി തന്നാവും. അപ്പോൾ അവർ ട്യൂൺ ഉണ്ടാക്കാൻ അത് ചിത്രയ്ക്ക് വളരെ ശരി. അങ്ങനെ പറഞ്ഞ് 4 ദിവസം എഴുതി കൂട്ടത്തിൽ ആ അമ്പലത്തിൽ അതിൻ്റെ വീടിൻ്റെ കോമ്പൗണ്ടിൽ ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിൽ രാവിലെ പൂജാരി വന്ന് അതിൽ വിളക്കൊക്കെ വളർത്തി പൂജ നടത്തി വൈകുന്നേരം വരും. വിളക്കൊക്കെ വെച്ച് ഒരു 25-30 മിനിറ്റ് അദ്ദേഹം അവിടെ കഴിഞ്ഞ് അദ്ദേഹം പോകും. അപ്പം ഞാനാണെങ്കിൽ നേരെ വിളിച്ചോ കുളിയൊക്കെ കഴിഞ്ഞ് ഈ അമ്പലത്തിൽ പോകും. അമ്പലത്തിൽ പോയിട്ട് തൊഴുത് പ്രാർത്ഥിച്ച് ഞാൻ വൈകുന്നേരം പോകും. ഞാൻ ഒരു ദിവസം അങ്ങനെ പോയി. 2-ാം ദിവസം ഞാൻ പോകുന്ന സമയത്ത് ഇദ്ദേഹം ഞാനുണ്ട് ഓർഗനൈസാറൊക്കെ കൂടെ ഞാനുണ്ട്. എന്നാ അദ്ദേഹം ഒരു ബെനിയായിട്ടുണ്ടായിരുന്നു എൻ്റെ കൂടെ ഇങ്ങനെ ഉണ്ട്. അപ്പം ഞാനിങ്ങനെ നടന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുക. ചുറ്റും ഇങ്ങനെ പ്രദർശനം വയ്ക്കുമ്പോൾ എൻ്റെ പറഞ്ഞ ആളെ ബെനി വേണ്ടി നിന്നോ ചുറ്റും ഞാനൊക്കെ ആളെ നിന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് നോൺസിനായിട്ട് ആളും വിചാരിക്കാത്ത നോട്ടം ഇങ്ങനെ വെച്ചിട്ടാണ് പ്രാർത്ഥിക്കല്ല. അപ്പം ഇങ്ങനെ ഇത് പോരെ ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നത്, ഇങ്ങനെ ഒന്നും കാണിക്കണ്ട, ഇങ്ങനെ ഒന്ന് കൈയ്യടിന്നാൽ മതി. അവിടേക്കാണ് സംഭവം. അപ്പം മനസ്സിലെന്താ പറയുന്നല്ലോ, മനസ്സിലത്തെ കാര്യം നമുക്കറിയില്ലോ. അപ്പം അത്തരത്തിൽ കപടമായിട്ടുള്ള ആൾക്കാരുടെ
മനോഭാവങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുക. അവരൊക്കെ അങ്ങനെ, പക്ഷെ ഇത് ഇല്ല എന്ന് പറഞ്ഞ് നടക്കുന്നത് ശരിയല്ല. ഇതൊക്കെ ഉണ്ട് 100%. ഇല്ലാതൊരു പേര് വന്നതിൻ്റെ കാരണം എന്തെങ്കിലും ഒരു സാധനം ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇല്ലാന്ന് വന്നത്. അല്ലെങ്കിൽ വെറുതെ ഇല്ലാന്ന് വരും. ഇല്ല എന്നുള്ള പ്രയോഗം പറഞ്ഞ കാര്യം എന്തോ ഒന്നും ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇല്ലാന്നുള്ള വാക്കുണ്ട്. ഒരിക്കലും ഇല്ലാന്നല്ല, ഇല്ല ഇല്ലാന്നുള്ളതാണ് ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഇല്ലാന്ന് വന്നത്. അത് അടിസ്ഥാനപരമായിട്ടൊരു കാര്യം ചിന്തിക്കുന്ന കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നിസ്വാർത്ഥ സേവന്മാരാകുക എന്നുള്ളതല്ല, ഈ തൊഴിൽ ചെയ്യുമ്പോൾ അതിൻ്റെ വേതനം അതിനെന്താ വെച്ചാൽ ഇതിൻ്റെ ഒരു നിലവാരം അനുസരിച്ച് രക്ഷ വാങ്ങുകയോ അതൊക്കെ ചെയ്യാം. പക്ഷെ സത്യസന്ധത കൈവിടരുത്. വരുന്നവർക്ക് അത് 100% സ്വീകാര്യമാകണം. അത് പഠിക്കുക, മനസ്സിലാക്കുക. നമ്മൾ നല്ല രീതിയിൽ ഈ പ്രവൃത്തി ചെയ്യാൻ കഴിയും. ആ കഴിയുന്ന രീതി ആകണമേ എന്നുള്ള നിശ്ചയത്തോടുകൂടിയാണ് ABS മനസ്സിലുണ്ടായിരുന്ന ആശയം. അതുകൊണ്ട് അദ്ദേഹം മഹാനായ അദ്ദേഹത്തെ സ്മരിക്കാൻ ഓർത്തില്ല. ഇങ്ങനൊരു സംഭവം ഈ 50 വർഷത്തെ എത്താവുന്ന തരത്തിലേക്ക് ജ്യോതിഷ പരിഷത്ത് ഇങ്ങനെ ഉണ്ടാക്കി തീർത്തത്. ഞാനിത് ഈ ജ്യോതിഷ പരിഷത്തിൽ മേടിച്ചേട്ടൊക്കെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ പോയി എത്ര കൊല്ലമായിട്ടല്ലോ എന്ത് കാര്യത്തിൽ ഞാൻ 2 ക്ഷണിക്കും കൂടി വേണ്ട. രഘു ഒന്ന് ചിലപ്പോൾ പറയാൻ മറക്കും, പക്ഷെ ഞാൻ വരും. രഘു പറഞ്ഞില്ലെങ്കിൽ ഞാൻ വരും എന്ന് ആ ഒരു മനസ്സിൻ്റെ ഒരു സംഭവം നിസ്സാരമല്ലത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ നന്നായിട്ട് നടക്കുന്നു. ഈ 50 കൊല്ലക്കാലം നടക്കുന്ന ഈ പരിപാടിയിൽ 1 കൊല്ലം നടക്കുന്ന ഈ പരിപാടിയിലത്തെ ആദ്യത്തെ ദിവസം നമുക്കിവിടെ വരാൻ പറ്റി. ഇനി എല്ലാ മാസവും നടക്കട്ടെ, അതിമനോഹരമായിട്ട് നടക്കട്ടെ, എല്ലാവരും പങ്കെടുത്തുണ്ടാകട്ടെ. ഇത് നല്ല രീതിയിൽ വളരെ നല്ല രീതിയിൽ ജ്യോതിഷ പരിഷത്തിൽ കൊണ്ട് നമുക്ക് മുന്നിലേക്ക് പോകണം. അതിനെല്ലാവരുടെയും അകമയുടെ സ്നേഹവും ആത്മാർത്ഥതയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. കാലത്തോളം കാതരേൻ മുന്നിൽ കൽഹാരഹാരവുമായി നിൽക്കും കല്യാണരൂപനാവും കണ്ണൻ്റെ കരളിൽ കവർന്നരാധികയെപ്പോലെ കവർന്നരാധികയെ പോലെ. Thank you. Thank you. ഇന്നത്തെ യോഗത്തിൻ്റെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് ഗ്രാമം പഠിക്കുക, അതുപോലെ യോഗം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട TN സദാനന്ദ ജഗതി, സെക്രട്ടറിമാരായ സുരേന്ദ്ര പണിക്കർ പൗരഴി, അതുപോലെ തന്നെ മറ്റേ ഇന്ദിരാജക്കുറുപ്പ്, ഇന്നത്തെ മറ്റേ ആശംസ സമർപ്പിക്കാനായി വന്ന ബാലകൃഷ്ണ പണിക്കർ, വിഷയാവതരണം നടത്തുന്ന രമേഷ് പണിക്കർ, അതുപോലെ തന്നെ വിദ്യാർത്ഥി സംഘടനയുടെ സെക്രട്ടറി വിനോദ് കുമാർ ചൊവ്വര, പ്രസിഡന്റ് ശിവദാസ് K. നല്ലങ്കര, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അതുപോലെ തന്നെ ഇവിടെ സദസ്സിൽ എത്തിച്ചേർന്ന എല്ലാ ജ്യോതിഷികൾക്കും ജ്യോതിഷാനുഭാവികൾക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഈ പ്രസ്ഥാനത്തിൽ അംഗമായിട്ട് ഏതാണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ്, എൻ്റെ 28 വയസ്സിൽ ഞാൻ ഇതിലൊരു അംഗമായിട്ടുള്ളതാണ്. ഇന്ന് ഇത് 50 വർഷം ആഘോഷിക്കുമ്പോൾ ഈ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയിൽ എനിക്ക് വളരെ അഭിമാനവും സന്തോഷവുമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ശ്രീ ABS പണിക്കർ തൻ്റെ സഹപ്രവർത്തകർ മറ്റ് തമ്പുരാക്കന്മാരും അതുപോലെ തന്നെ പ്രസിദ്ധ ജ്യോത്സ്യന്മാരും കൂടാതെ പ്രസിദ്ധ മറ്റ് പണ്ഡിതൻ KP നാരായണ പിഷാരടി മാസ്റ്റർ എന്നിവരോടൊത്ത് ദേവസ്വം ക്വാർട്ടേഴ്സിലുള്ള സ്ഥലത്ത് തുടങ്ങി വെച്ച കേരള ജ്യോതിഷ പരിഷത്ത് എന്ന സ്ഥാപനം ഇപ്പോൾ അരനൂറ്റാണ്ട് പിന്നിടുകയാണ്. അതിൽ വളരെ എനിക്ക് സന്തോഷമുണ്ട്. അന്ന് ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന രക്ഷാധികാരി ഭരതൻ തമ്പുരാൻ, അതുപോലെ തന്നെ കോവിലത്തെ പല തമ്പുരാക്കന്മാർ മുഴുവൻ പേരും ഇതിൽ മറ്റേ ഉണ്ടായിരുന്നു. അന്ന് അവിടെ സ്ഥിരമായ ജ്യോതിഷികൾ ഉണ്ടായിരുന്നു. സംസ്കൃത ക്ലാസ് നടത്തിയിരുന്നു. സംസ്കൃത ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്നത് പ്രധാനപ്പെട്ട പണ്ഡിതരത്നം
KP നാരായണ പിഷാരടി മാസ്റ്ററായിരുന്നു എന്നുള്ളത് ഒരു പ്രത്യേക കാര്യമാണ്. പിന്നീട് ഈ പ്രസ്ഥാനത്തിൻ്റെ പിൻഗാമിയായി ശ്രീമാൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപ്പണിക്കർ ഏറ്റെടുക്കുകയും അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ പല നൂതനമായ ആശയങ്ങളും അവിടെ നടത്തുകയുണ്ടായി. ആ കാലഘട്ടത്തിലാണ് ജ്യോതിഷരത്നം BV രാമൻ അവിടെ വരികയുണ്ടായി. പിന്നീട് വന്ന പ്രസിഡന്റ് സ്ഥാനം വഹിച്ച വേണുഗോപാല പണിക്കർ, അദ്ദേഹത്തിൻ്റെ കാലഘട്ടവും പ്രവർത്തനത്തിൻ്റെ വിജയത്തിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു. ആ കാലത്ത് പല പുതിയ പ്രസ്ഥാനങ്ങൾക്ക് തുടക്കം കുറിച്ചു. അന്ന് അതിൻ്റെ രക്ഷാധികാരിയായിട്ട് ഉണ്ടായിരുന്നത് നമ്മളുടെ ആരാണ് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് മുതലായവരായിരുന്നു. പിന്നീട് അന്ന് നടത്തിയിരുന്ന പല പരിപാടികളിലും പ്രധാനപ്പെട്ട പല ആൾക്കാരും കലാകാരന്മാരും അഭിനേതാക്കളും രാഷ്ട്രീയ തന്ത്രജ്ഞന്മാരും പലരും പങ്കെടുക്കുകയുണ്ടായി. അതിൽ പ്രധാനപ്പെട്ട പല ആൾക്കാർ ONV, അക്കിത്തം, അതുപോലെ തന്നെ സിനിമാ നടൻ മധു, അതുപോലെ തന്നെ ജയറാം, ഇങ്ങനെ പ്രമുഖന്മാർ പലരും പങ്കെടുത്തിട്ടുണ്ട്. ഒരിക്കൽ ശ്രീമാൻ K. കരുണാകരനാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. തദവസരത്തിൽ ദക്ഷിണാമൂർത്തി സ്വാമികളുടെ ഒരു സംഗീത കച്ചേരിയുമുണ്ടായി. അങ്ങനെ ഈ പ്രവർത്തനം വളരെ ബഹുമുഖമായ ശൈലിയോടുകൂടി ഭംഗിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇതിൻ്റെ സാരഥ്യം വഹിക്കുന്നത് നമ്മുടെ രഘുരാമ പണിക്കരാണ്. അദ്ദേഹത്തിന് തൻ്റെതായ പുതിയ നൂതനമായ ആശയങ്ങളുണ്ട്. ആ ആശയത്തോടുകൂടിയാണ് പ്രവർത്തനങ്ങൾ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ABS മെമ്മോറിയൽ അസ്ട്രോണമിക്കൽ റിസർച്ച് എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്നു വരുന്ന ജ്യോതിഷ ക്ലാസ് നടന്നു വരികയാണ്. അതിൽ പ്രഗത്ഭന്മാരായ അധ്യാപകരുടെ അധ്യാപനം നടത്തുന്നുണ്ട്. അതിൽ നിന്ന് പാസ്സായി പോകുന്ന 100-300 പേരിലധികം കുട്ടികൾ ഇന്ന് നല്ല രീതിയിൽ ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ജ്യോതിഷ സെമിനാറുകൾ, അതുപോലെ തന്നെ മറ്റുള്ള ജ്യോതിഷ ചർച്ചകൾ, പ്രമുഖരായ ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പരിപാടികൾ എന്നിവ വളരെ ബഹുമുഖമായി നടന്നു വരികയാണ്. ഇനിയും ജ്യോതിഷ പരിഷത്തിന് ബഹുമുഖമായ പല പരിപാടികളുണ്ട്. അതിന് ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇനിയും കാര്യങ്ങളാൽ മുന്നോട്ട് പോകുവാനും ഇനിയും വളരെ ബഹുദൂരമായ സ്ഥലങ്ങളും അതുപോലെ തന്നെ കാര്യങ്ങളും ഉണ്ട്. അതിന് കടന്നു പോകുവാനായിട്ട് ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും ഈ പരിഷത്തിന് എല്ലാവിധ ആശംസകളും ഉണ്ടാകട്ടെ എന്നും ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. നന്ദി. ബഹുമാനപ്പെട്ട പ്രസിഡന്റ് രഘുരാമൻ പണിക്കർ, ഈ അവസരത്തിൽ ഭാഗ്യം കൊണ്ട് നമുക്കിവിടെ ലഭിച്ച വിദ്യാധരൻ മാസ്റ്റർ, അതുപോലെ തന്നെ മറ്റ് എൻ്റെ എല്ലാ സഹപ്രവർത്തകരെയും, ജ്യോതിഷ എന്ന വിഷയത്തെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന നിങ്ങളെല്ലാവരെയും ഞാൻ നമസ്കരിക്കുന്നു. മറ്റ് സന്ദർഭങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ അങ്കണം നിറഞ്ഞിരിക്കുന്നു എന്നത് തന്നെ ഈ ജ്യോതിഷ പരിഷത്ത് ഒരു വലിയ വൃക്ഷമായി വളർന്നിരിക്കുന്നു അല്ലെങ്കിൽ വളർന്നുകൊണ്ടിരിക്കുന്നു എന്നതിന് തെളിവാണ്. പക്ഷേ കുറച്ച് കാലഘട്ടം മാത്രം ജ്യോതിഷ പരിഷത്തുമായിട്ട് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുള്ള ഞാൻ ആ വടവൃക്ഷത്തിന്റെ താഴെ ഓടിക്കളിക്കുന്ന കുട്ടികളാണെന്ന് ധരിച്ചാൽ മതി. പക്ഷെ എങ്കിൽ തന്നെ ഇത്ര വലിയ ഒരു സംഘടനയുമായി സഹകരിക്കാനും ഇതിലത്തെ എല്ലാ കാര്യങ്ങളും ഒരു പരിധി വരെ അറിയാനും ആ വിഷയങ്ങളോട് ആത്മാർത്ഥത പുലർത്താനും എനിക്ക് സാധിച്ചിട്ടുള്ളത് ഒരു മഹൽ ഭാഗ്യമായി ഞാൻ കരുതുന്നു. ഈ അവസരത്തിൽ ഇത്രയും പൂർണ്ണതയുള്ള ഒരു സമ്മേളനം സംഘടിപ്പിക്കുന്നതിന് നമുക്ക് സാധിക്കുന്നത് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയാണ്. ആ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയിലെ പ്രവർത്തകരുടെ സാന്നിധ്യവും അതുപോലെ തന്നെ മധു തിരുമേനി, മറ്റ് ഈ സംഘടനയെ സ്നേഹിക്കുന്ന മറ്റു ജനങ്ങളുടെ സേവനവും ഏറ്റവും വിലപ്പെട്ടതാണ്. ഇത്തരത്തിലുള്ള ഒരു സംഘടനയെ
മറ്റു പല മേഖലകളിലും നമുക്ക് വീഴ്ചയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഗണിതം എന്ന വിഷയം, ആ വിഷയത്തെ ഉദ്ധരിക്കണം എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് നമ്മുടെ പ്രസിഡന്റ് ചില നിർദ്ദേശങ്ങൾ വയ്ക്കുകയുണ്ടായി. ഇപ്പോൾ ഞാനും കൃഷ്ണകുമാറും, അതുപോലെ തന്നെ കൊടകര സതീശൻ, അതുപോലെ തന്നെ പടിയൂർ ഉണ്ണിപ്പണിക്കര്, അതുപോലെ തന്നെ പ്രഭാഷ്, അങ്ങനെ കുറച്ച് സുഹൃത്തുക്കൾ കൂടിയിട്ട്, സുജിത്ത് വരന്തരപ്പിള്ളി, രഞ്ജിത്ത് കാഞ്ഞാണി, ഇങ്ങനെ കുറച്ച് എന്തിനും തയ്യാറായ, അതായത് അവിടെ പഠിക്കുന്ന രീതിയൊക്കെ ആധുനിക ശാസ്ത്ര പാഠവുമുള്ളവർക്ക് വളരെ ബുദ്ധിമുട്ടി മാത്രം മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിലാണ്. പക്ഷെ ഈ പ്രായം ചെന്ന ബ്രെയിൻ ഉപയോഗിച്ചിട്ട് ആ വളരെ വിഷമമുള്ള വിഷയങ്ങൾ പഠിച്ചെടുക്കാനായിട്ട് ഞങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഈ പഞ്ചാംഗ ഗണിതം പോലുള്ളതായിട്ടുള്ള വിഷയങ്ങൾക്ക് എന്തെങ്കിലും ചുതി വരുമ്പോൾ ഞങ്ങളുടെ ബുദ്ധി അതിനുപകരിക്കും എന്നോ, അത് നാളെയാണെന്നോ മറ്റന്നാളാണെന്നോ പറയുന്നില്ല, ഞങ്ങളിത് നടത്തുന്ന പ്രവർത്തനം ഒരു കാലഘട്ടത്തിൽ ഈ സമൂഹത്തിന് ഉപകരിച്ചേക്കാം എന്നതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇന്ന് മറ്റു പല കുടുംബ പ്രാരബ്ധങ്ങളൊക്കെ ഉള്ള സമയത്തും അത്തരം ഒരു കാര്യത്തിന് പുറപ്പെടുന്നത്. പക്ഷേ ഇത് എൻ്റെ വലിയൊരു പ്രയത്നമായി ഞാൻ അവതരിപ്പിക്കുകയല്ല. ഇതുപോലെ തന്നെ ധാരാളം ചുമതലയുള്ളതായിരിക്കുന്ന നമ്മുടെ പ്രസിഡന്റ് മറ്റേത് പ്രവർത്തനങ്ങളെക്കാൾ ആത്മാർത്ഥത, അല്ലെങ്കിൽ മറ്റേത് പ്രവർത്തനങ്ങളെക്കാൾ പൂർണ്ണമായ പിന്തുണ ജ്യോതിഷ പരിഷത്തിന്റെ പ്രവർത്തനത്തിന് നൽകി വരാറുണ്ട്. അത് ഇത്രയും അടുത്ത് പ്രവർത്തിക്കുന്ന എനിക്ക് തികച്ചും മനസ്സിലായിട്ടുള്ളതാണ്. ഇപ്പൊ പഞ്ചാംഗ പ്രൂഫ് റീഡിംഗ് തുടങ്ങിയാൽ പോലും ആ പ്രവർത്തിക്കുന്ന സമയം മുഴുവൻ ഞങ്ങളോടുകൂടെ അദ്ദേഹം ഇരിക്കാറുണ്ട്. അതുപോലെ അത്രയും നിസ്വാർത്ഥമായി ജ്യോതിഷ പരിഷത്തിനെ സ്നേഹിക്കുന്ന മറ്റ് എല്ലാ സുഹൃത്തുക്കളെയും, അതായത് സുരേന്ദ്ര പണിക്കരായിരുന്നാലും മറ്റെല്ലാ സുഹൃത്തുക്കളെയും ഈ സന്ദർഭത്തിൽ ഓർക്കുന്നു. അതോടൊപ്പം തന്നെ ഇത്തരം ഒരു വലിയ പ്രവർത്തനത്തിന്, അല്ലെങ്കിൽ ഇത്തരം ഒരു വേദിയിൽ നിൽക്കാനായിട്ട് അവസരം ഉണ്ടായത് യഥാർത്ഥത്തിൽ നമ്മുടെ പൂർവ്വസൂരികളുടെ കഠിനമായ പരിശ്രമമാണ്. ഒരു പക്ഷേ ഈ 71 ശിലാസ്ഥാപനത്തില് എൻ്റെ അച്ഛൻ്റെ കൂടെ, അച്ഛൻ MP കുറുപ്പ് അല്ലെങ്കിൽ ബാലകൃഷ്ണ കുറുപ്പ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, അച്ഛൻ്റെ കൂടെ ഒരു കുട്ടിയായിട്ട് നമുക്ക് സുരേന്ദ്രൻ അവിടെ ഉണ്ടായിരുന്നു എന്നൊന്നും എനിക്ക് ഓർക്കാൻ വയ്യ. കാരണം സുരേന്ദ്രൻ അത്ര പരിചയമുള്ള കാലഘട്ടമൊന്നും അല്ലാതെ അയാളൊരു കുട്ടിയായിട്ട് വേണമെങ്കിൽ ഉണ്ടായിരുന്നിരിക്കാം. അച്ഛൻ്റെ കൂടെ ആ ശിലാസ്ഥാപനത്തിന് അവിടെ വന്ന് എന്തെങ്കിലുമൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ചു പോയൊരു ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ ഇത് വടവൃക്ഷമായിട്ട് വളർന്നപ്പോൾ കഴിഞ്ഞ 10-40 കൊല്ലമായിട്ട്, അതായത് AR ഉണ്ണികൃഷ്ണ പണിക്കരുടെ പ്രവർത്തന കാലഘട്ടം മുതൽ അദ്ദേഹത്തോടൊപ്പം പല സ്ഥലങ്ങളിലേക്കും സഞ്ചരിക്കാനും പല പ്രവർത്തനങ്ങളിലും ഒരു ഭാഗവാക്കാവാനും സാധിച്ചിട്ടുള്ള ഞാൻ മഹാഭാഗ്യവാനാണ്, അല്ലെങ്കിൽ വളരെയധികം ദൈവത്തിനോട് സ്തുതിക്കുന്നു. എന്നാൽ ജ്യോതിഷ വിദ്യ അഭ്യസിക്കുന്നതിലോ ജ്യോതിഷം ഉപയോഗിക്കുന്നതിലോ ഇന്നും ശിശുവായിട്ടുള്ള ഞാൻ ഇത്തരം വലിയൊരു സംഘടനയുടെ മുന്നിൽ നിൽക്കാൻ സാധിക്കുന്നത് വലിയ ഭാഗ്യമായി വീണ്ടും നിങ്ങളുടെ മുന്നിൽ സമ്മതിക്കുന്നു. ഈ അവസരത്തിൽ ഇത്തരം ഒരു വലിയ സംഘടനയെ, ആ വൃക്ഷത്തിന്റെ വളർച്ച നിർബാധം തുടരാനായിട്ട് ഇനിയും ഭാവിയിൽ ഇവിടുത്തെ യുവാക്കൾക്ക് സാധിക്കും. അതുപോലെ തന്നെ ഈ സദസ്സിനും, അല്ലെങ്കിൽ ഇന്നത്തെ അതിന്റെ മുന്നിൽ നിൽക്കുന്നതായിട്ടുള്ള മഹൽ വ്യക്തികൾക്കും സാധിക്കട്ടെ. അവർക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. മാത്രമല്ല ഒരു കാര്യം കൂടി ചുരുക്കി പറയുകയാണ്, ഇന്ന് നമ്മൾ 12 സെമിനാറുകളാണ് ഇവിടെ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതായത് നവംബർ തൊട്ട് നവംബർ, ഡിസംബർ, ജനുവരി അങ്ങനെ 12 മാസങ്ങളിലായിട്ട് 12 സെമിനാറുകളാണ് നമ്മൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. 11. അതിൻ്റെ ഒപ്പം ഇവിടെ ഒരു 600ഓളം കുട്ടികൾ ഇവിടെ നിന്ന് വിദഗ്ധമായി ജ്യോതിഷം വിദഗ്ധെന്ന് പറയുന്നു, അവരാണ് തെളിയിക്കേണ്ടത്. വളരെ ആത്മാർത്ഥമായി ഇവിടെ അധ്യാപകർ ആരൊക്കെയായിരുന്നു, ഇപ്പോൾ ആരൊക്കെയാണെന്നുള്ളത് നാം വിശദീകരിക്കേണ്ട കാര്യമില്ല. വിദഗ്ധമായി ജ്യോതിഷം പഠിച്ച് ഇവിടെ നിന്ന് പുറത്തു പോയ, അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെയുള്ള, അല്ലെങ്കിൽ നമ്മൾ പൂർവ്വ വിദ്യാർത്ഥികൾ എന്ന രീതിയിൽ ഇവിടെ നിരന്തരം ബന്ധപ്പെടുന്ന കുട്ടികൾ തീർച്ചയായും ഈ 11 മാസവും ഈ പ്രധാന സെമിനാർ നടക്കുന്നതിൻ്റെ ഒപ്പം ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് അവരുടെ അറിവിന്റെ പരിധിയിൽ വെച്ചിട്ട്, അതിപ്പോ ആരിപ്പോ ഞാൻ പറഞ്ഞപ്പോ ജ്യോതിരാജിനെ കണ്ടപ്പോൾ തോന്നി അതിലൊരാളെ ജ്യോതിരാജാകുന്നത്, അല്ലെങ്കിൽ വേറെ ഇപ്പോ വിജയ ടീച്ചറെ കണ്ടപ്പോൾ തോന്നി അത് അവരാകാൻ സാധ്യതയുണ്ട്. ഞാൻ ആരും പേരെടുത്ത് പറയുന്നില്ല. ആ കുട്ടികൾ മുന്നോട്ട് വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കമ്മിറ്റി അത് പരിഗണിക്കണമെന്നാണ് എൻ്റെ അപേക്ഷ. ഇതിൻ്റെ ഒപ്പം തന്നെ 11 സെമിനാറുകൾ ഈ ലോകത്ത് അന്ധവിശ്വാസം എന്ന ജ്യോതിഷത്തെ വിളിച്ചു പോകുന്നവരോട്
വിജ്ഞാനമാണ് അതിനുള്ള മറുപടി എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇത് ഒരു ശാസ്ത്രശാഖയാണ്. ജ്യോത്സ്യൻ എന്ന് പറയുന്നതിന് പകരം ജ്യോതിശാസ്ത്രജ്ഞൻ എന്ന് വിളിക്കാൻ ഇടവരുത്തട്ടെ എന്ന വിശ്വാസത്തോടു കൂടിയിട്ട്, ആഗ്രഹത്തോടു കൂടിയിട്ട് ഈ വിദ്യാർത്ഥികൾ ഈ വളരെ കാമ്പുള്ളതായിട്ടുള്ള വിഷയങ്ങളെ കുറിച്ച് അതാരാകട്ടെ, പരിഷത്തിന്റെ അംഗമെന്നോ പരിഷത്തിനോട് സാമീപ്യമുള്ളവരെന്നോ ഒന്നും കണക്കിലാക്കണ്ട, ആര് മുന്നോട്ട് വന്നാലും അത് പരിഷത്ത് കമ്മിറ്റി പരിഗണിക്കണം. 12 സെമിനാറുകൾ ഈ വർഷം നമുക്ക് ആ രീതിയിൽ കൂടെ നടത്താനായിട്ട് സാധിക്കട്ടെ എന്ന് കൂടെ പറയുകയാണ്. ഇനി നാം കൈകാര്യം ചെയ്യുന്ന പല വിഷയങ്ങളുണ്ട്. ഇപ്പൊ വേദാന്തം ഏതായിരുന്നാലും വിരോധമില്ല, എന്തായിരുന്നാലും ശരി, ഈ മഹത് വിഷയത്തെ, ഒരു ശാസ്ത്രത്തെ ജനങ്ങൾ ആക്ഷേപിക്കാൻ ഇടവരുന്നതിന് മുൻപ് ജ്യോതിഷ പരിഷത്ത് എന്ന സംഘടന മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ട് അടുത്ത 50-100 വർഷം നിങ്ങൾ അടുത്ത തലമുറ അടക്കം ഇത് ജ്യോത്സ്യന്മാർ അംഗീകരിക്കപ്പെടേണ്ടുന്നതാണ്. ജ്യോത്സ്യന്മാർക്ക് അംഗീകാരം കിട്ടുന്നത് വളരെ ദുർലഭമാണ്. ആയിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇത്രയും ആയെങ്കിൽ അത് ഒരു പരിപൂർണ അംഗീകാരമായി മാറ്റുന്നതിന് നമ്മൾക്ക് എല്ലാവർക്കും കൂട്ടായ പരിശ്രമം സാധിക്കും. അതിന് എല്ലാ ജ്യോതിഷ സംഘടനകളെയും അതുപോലെ തന്നെ അതിനോട് ഇപ്പോ എന്താ പറയാ, ഇവിടെ ഇവരുണ്ട്, പണിക്കന്മാരുണ്ട്, ആയിക്കോട്ടെ, ഞാൻ പേരെടുത്ത് പറയല്ല, ജ്യോതിഷത്തെ സ്നേഹിക്കുന്ന, ജ്യോതിഷത്തെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാ സംഘടനകളെയും നമുക്ക് അതിന് മുന്നിൽ നിർത്തണം. അടുത്ത വാർഷികമാകുമ്പോഴേക്കും ഈ സംഘടനകളുടെ ഒക്കെ അനുഗ്രഹത്തോടു കൂടി, അവരുടെ എല്ലാം പിന്താങ്ങോട് കൂടിയിട്ട് ഈ പ്രവർത്തനം ഒരു മഹത് പ്രവർത്തനമായി മാറ്റാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. എല്ലാ നല്ലവരായിട്ടുള്ള ജനങ്ങൾക്കും ഈ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന സമസ്ത ജനങ്ങൾക്കും ഒരിക്കൽ കൂടെ നമസ്കാരം പറഞ്ഞുകൊണ്ട് ഈ എളിയ സന്ദർഭത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ടും സർവീസിനോട് നന്ദി പറഞ്ഞുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ അഡ്വക്കേറ്റ് രഘുരാം പുളിക്കർ, നമ്മുടെ 50-ാം വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത തൃശ്ശൂരിൻ്റെയും നമ്മളുടെ എല്ലാം പ്രിയങ്കരനായ MP TN പ്രതാപൻ, ആശംസകൾ അർപ്പിച്ച വൈസ് പ്രസിഡന്റ് KR നാരായണ അവർ, ജനറൽ സെക്രട്ടറി മുൻരാജൻ കുറുപ്പ്, സ്വാഗതം പറഞ്ഞ സുരേന്ദ്ര പണിക്കർ കോലഴി, പ്രാർത്ഥന നടത്തിയ വിനോദ് കുമാർ, ഇവിടെ സ്ത്രീ ജാതക ചിന്തനം എന്ന പ്രബന്ധം അവതരിപ്പിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥിയും നമ്മുടെ സുഹൃത്തുമായ രമേശ് അന്തിക്കാട്, സദസ്സിലിരിക്കുന്ന മറ്റു മാന്യ വ്യക്തികളെ, ജ്യോതിഷ വിദ്യാർത്ഥികളെ, അനുഭാവികളെ, എൻ്റെ വിനീതമായ നമസ്കാരം. കേരള ജ്യോതിഷ പരിഷത്ത് ആരംഭിച്ചിട്ട് 50-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ അതിനൊരു ആശംസ അർപ്പിക്കാൻ ഒരവസരം തന്ന ഇതിൻ്റെ പ്രസിഡന്റിനും മറ്റു ഭാരവാഹികൾക്കും ആദ്യമായി നന്ദി അറിയിച്ചുകൊള്ളുന്നു. 50 വർഷക്കാലമായി ജ്യോതിഷ പരിഷത്ത് ആരംഭിച്ചിട്ടെങ്കിലും ഞാൻ ചുരുങ്ങിയ കാലമേ ആയിട്ടുള്ളൂ ഈ പരിഷത്തുമായിട്ട് പ്രവർത്തിച്ചിട്ട്. പരിഷത്തിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പർ സ്ഥാനവും ഈ അടുത്ത കാലത്താണ് വലിയൊരു ഭാരവാഹിത്വം എന്നുള്ള ട്രഷറർ എന്ന സ്ഥാനം എന്നെ ഏൽപ്പിച്ചത്. അതിൽ എനിക്ക് വളരെയധികം സന്തോഷവും, ഒപ്പം ഈ പരിഷത്തിനോടൊപ്പം സജീവമായി നിന്ന് പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു അവസരം തന്നതിലും എനിക്ക് എൻ്റെ അധികമായ നന്ദിയും സന്തോഷവും ഞാനിവിടെ പ്രകടിപ്പിക്കട്ടെ. ചെറിയ ഇതായി തുടങ്ങിയ പരിഷത്ത് എന്ന് പടർന്നു പന്തലിച്ച് ഒരു ആൽവൃക്ഷമെന്നോ അതിലധികമായിട്ടുള്ള വേറെ ഏത് വൃക്ഷമായിട്ടാണ് ഇത് വളർന്നു വന്നതെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും സാമാന്യ ഭാഷയിൽ പറയുമ്പോൾ ഒരു ആൽവൃക്ഷത്തോളം വളർന്നു കഴിഞ്ഞു നമ്മളുടെ പരിഷത്തിൻ്റെ പ്രവർത്തനം. പല ശാഖകളിലും പല പ്രവർത്തനങ്ങളിലും പരിഷത്ത് മുൻനിരയിൽ എത്തിക്കഴിഞ്ഞു.
ജ്യോതിഷ സംബന്ധമായിട്ടായാലും വേദസംബന്ധമായാലും ഗണിതപരമായിട്ടായാലും ജ്യോതിഷ പരിഷത്തിലെ വിദ്യാർത്ഥികളും പ്രവർത്തകരും അനുസ്യൂതം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിൽ നമുക്ക് വളരെയധികം അഭിമാനിക്കാവുന്ന ഒരു സന്ദർഭമാണ്. പ്രത്യേകിച്ചും നമ്മളുടെ കേരള ജ്യോതിഷ പരിഷത്തിന്റെ വലിയ പഞ്ചാംഗം ഇന്ന് മറ്റുള്ള ഗണിത ശാസ്ത്രജ്ഞന്മാരിൽ നിന്ന് കിട്ടിയിട്ടാണ് നമ്മളിവിടെ പഞ്ചാംഗം പ്രസിദ്ധീകരിക്കുന്നത്. അതിലുപരിയായി പരീക്ഷത്തിലെ ആളുകൾ തന്നെ നമുക്കതിൻ്റെ ഗണിതം പഠിച്ച് ഈ പഞ്ചാംഗത്തിൻ്റെ ഒരു രീതിയിലേക്ക് നമ്മൾ തന്നെ സ്വയം ഇത് ഇറക്കാൻ പറ്റാവുന്നൊരവസ്ഥയിലേക്ക് മാറണമെന്നുള്ള ഒരു കാഴ്ചപ്പാട് ഇവിടെ ചേരുന്ന എക്സിക്യൂട്ടീവ് യോഗങ്ങളിലും എല്ലാ യോഗങ്ങളിലും ഒരു ചർച്ചയായിരുന്നു. ആ ചർച്ചയെ അതിൻ്റെ ഗൗരവമായിട്ടുള്ള വിഷയമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ പ്രസിഡന്റ് അത് പൂർണ്ണമായിട്ടും ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും അതിനുവേണ്ടി ഒരു പ്രത്യേക വിഭാഗത്തെ തന്നെ നിർദ്ദേശിക്കും. അവർ പൂർണ്ണമായിട്ടും ഇന്ന് ആലപ്പുഴ പോയി നമ്മളുടെ ഗണിത ജ്യോതിഷാചാര്യൻ്റെ അടുത്ത് നിന്നും ഗണിതം അല്ലെ പഞ്ചാംഗ ഗണിതം എന്നുള്ളതായിരുന്ന വിഷയം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല പൂർവ്വ വിദ്യാർത്ഥികളെ പൂർവ്വ സംഘടനകളായിട്ടുള്ള പൂർവ്വ വിദ്യാർത്ഥികളും നമ്മളുടെ ഈ സംഘടനയിൽ നിന്നും പഠിച്ച് വളർന്നു പോയതായിരിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. മാത്രമല്ല ഇന്ന് നടക്കുന്ന വിദ്യാവിശാലത്തിൻ്റെ കോഴ്സ് വളരെ ഭംഗിയോടുകൂടി നടന്നു പോകുന്നു എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാവുന്ന കാലമാണ്. കാരണം രണ്ട് കൊല്ലത്തോളമായി നമ്മളുടെ കേരളത്തിൽ കോവിഡ് എന്ന മഹാമാരിയെ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ കോഴ്സിനെ എങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം, വിദ്യാർത്ഥികളെ നമുക്ക് എങ്ങനെ പഠിപ്പിക്കണം, ഇവിടെ വന്നിരുന്ന് പഠിപ്പിക്കാനായിട്ടുള്ള നമ്മുടെ അധ്യാപകരുടെ ശാരീരികമായിട്ടുള്ള അവസ്ഥകൾ വെച്ച് നോക്കുമ്പോൾ അത് നടക്കില്ല എന്ന് കണ്ടപ്പോൾ പ്രസിഡന്റ് തന്നെ ഇതിലൊരു മാർഗനിർദ്ദേശം വെക്കുകയും നമുക്കിതൊരു ഓൺലൈൻ വഴിക്ക് ക്ലാസ്സുകൾ ആരംഭിച്ചുകൂടെ എന്നുള്ളതായിരിക്കുന്ന ഒരു ധാരണയിലെത്തുകയും കഴിഞ്ഞ ബാച്ചിന്റെ അവസാന കാലഘട്ടം മുതൽ ഇങ്ങനെയൊരു ഓൺലൈൻ ക്ലാസ് ആരംഭിക്കുകയും ഇന്നും ആ ഓൺലൈൻ ക്ലാസ്സുകൾ വളരെ ഭംഗിയോടുകൂടി ഇന്നത്തെ അധ്യാപകരായ നമ്മളുടെ ബാലകൃഷ്ണൻ മാഷും വിജയൻ മാഷും അതേപോലെ തന്നെ നമ്മളുടെ വേദാന്തം പഠിപ്പിക്കുന്ന മാധവൻ നമ്പൂതിരി സാറും ആമീർ വേണുഗോപാല പണിക്കരെല്ലാം വളരെ ഭംഗിയോട് കൃത്യമായി തന്നെ ബുധൻ വ്യാഴം വെള്ളി ശനി എന്നീ ദിവസങ്ങളിൽ 7:30 മുതൽ തുടങ്ങി ക്ലാസ് 1.5 മണിക്കൂർ 7:30 തുടങ്ങി 9 മണിക്ക് അവസാനിപ്പിക്കുന്ന ക്ലാസ്സാണ്. പക്ഷേ ആ ക്ലാസ് 9 മണി കഴിഞ്ഞ് 10 മണി 10:30 വരെ ചിലപ്പോൾ ചില ക്ലാസ്സുകൾ നീണ്ടുപോകും. കുട്ടികളെല്ലാം വന്ന് തയ്യാറായിക്കൊണ്ട് തന്നെ ഇരിക്കുകയും സംശയങ്ങൾ ചോദിക്കാൻ വേണ്ടി ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇതിൻ്റെ കോർഡിനേറ്ററായിരിക്കുന്ന ശ്രീകുമാറും ഞാനൊക്കെ അവിടെ ഇരിക്കുമ്പോൾ കുട്ടികൾ മറ്റു കാര്യങ്ങൾ സംസാരിക്കാനും ഇതിൻ്റെ സംശയങ്ങൾ തീർക്കാനൊക്കെ ആയിട്ട് ഞങ്ങളുടെ സമയം ഞങ്ങൾക്ക് സന്തോഷമായിട്ട് 10:30 വരെയൊക്കെ ഞങ്ങൾ ക്ലാസ്സിലിരുന്നിട്ടുള്ള ചരിത്രങ്ങളുണ്ടായി. അപ്പൊ അതൊക്കെ കാണുമ്പോൾ നമ്മളുടെ ഈ ജ്യോതിഷ പരിഷത്തിലെ വിദ്യാഭ്യാസം എന്നുള്ള ക്ലാസ് ഏറ്റവും ഉന്നതിയിലാണ് പോകുന്നതിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് പല ജ്യോതിഷ ക്ലാസ്സുകളിൽ ഈ കോവിഡിന്റെ മാനദണ്ഡം വിചാരിച്ച് ക്ലാസ്സുകൾ പല സ്ഥലത്തും മുടങ്ങിയിട്ടുണ്ടെങ്കിലും ജ്യോതിഷ പരിഷത്തിന്റെ ഈ ത്രിവത്സര കോഴ്സിന്റെ ക്ലാസ് ഒരു ദിവസം പോലും മുടങ്ങാതെ, അത് വെള്ളിയാഴ്ചയോ വ്യാഴാഴ്ചയോ അധ്യാപകർക്ക് മുടക്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്ത ദിവസമായ ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ ഈ അടുത്ത ദിവസങ്ങളിൽ എടുക്കുമ്പോൾ പോലും കുട്ടികൾ അത് അതിൻ്റെതായിരിക്കുന്ന ഗൗരവപൂർവ്വം കണക്കിലെടുത്തുകൊണ്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ നമുക്കൊരു അഭിമാനമാണ്. അപ്പൊ അതിൻ്റെ അർത്ഥം ജ്യോതിഷ പരിഷത്തിലെ ക്ലാസ്സുകൾ എല്ലാ വിദ്യാർത്ഥികളെയും നല്ലൊരു നിലയിലേക്കാണ് കൊണ്ടുപോകുന്നതിനുള്ള സാധ്യതയാണുള്ളതെന്ന് കണ്ടറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവരിവിടെ എല്ലാവരും അറ്റൻഡ് ചെയ്തിരിക്കുന്നത്. ഇന്ന് നമ്മുടെ പുതിയ ബാച്ചിലുള്ള കുറേ കുട്ടികളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾ ഇന്നത്തെ ചർച്ചയിൽ പല ഈ പ്രബന്ധാവതരം കാണാനും ഈ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാനൊക്കെ പലരും നമുക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. വനം വകുപ്പിലെ അധ്യാപകനായിട്ട് പ്രഭാകരൻ മുതലായ കുറേ വിദ്യാർത്ഥികൾ നമ്മളുടെ
ഈ ക്ലാസ് ഈ ഇന്നത്തെ യോഗത്തിലെത്തിയിട്ടുണ്ട്, പൂർവ്വ വിദ്യാർത്ഥികളെത്തിയിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നമ്മളുടെ ഈ പരിഷത്ത് ഇനിയും ഇതിന്റെ ഉച്ച സ്ഥായിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ പരിഷത്തിന്റെ ഈ പ്രവർത്തനത്തിനും ഈ 50ാം വാർഷിക സമ്മേളനത്തിനും എല്ലാവിധ ഭാവങ്ങളും എല്ലാവിധ അനുഗ്രഹങ്ങളും ഈശ്വരൻ നൽകട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ അഡ്വക്കേറ്റ് രഘുരാമസ്മിക്കർ അവർക്കും ഉദ്ഘാടകൻ ശ്രീ പ്രതാപൻ അവർക്കും മറ്റു വേദിയിലേക്കുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും സദസ്സിലുള്ള എല്ലാ അംഗങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ ഇവിടെ ദീർഘിപ്പിച്ചൊന്നും പറയുന്നില്ല. ഒന്നാമത് ശാരീരിക അസ്വസ്ഥങ്ങളുണ്ട്. ഷിവറിങ് വരാൻ തുടങ്ങി. ഒന്നാമത്തെ മതി കുറച്ച് ഇവിടെ ജ്യോതിഷത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്തു. ജ്യോതിഷത്തിൻ്റെ വളർച്ച എന്ന് പറയുമ്പോൾ പഞ്ചാംഗം ഗണിക്കണം ഉള്ള കാര്യങ്ങൾ ഇതൊക്കെ പറഞ്ഞു. ഈ ഗണിതം എന്ന് പറയുന്ന ഒരു വിഷയം അത് ഇമ്പോർട്ടൻ്റ് വിഷയമാണ്. ഗണിതം മൂർധനി സ്ഥിത എന്നാണ് പറയുന്നത്. ഗണിതം എന്ന് പറയുന്ന വിഷയം മൂർധാവിങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ്. മറ്റുള്ളതൊക്കെ നമുക്ക് എന്തെങ്കിലും പഠിച്ച് മനസ്സിലാക്കാം. പക്ഷേ ഇത് ഗണിതശാസ്ത്രം നമ്മൾ വളരെ വ്യക്തമായിട്ട് പഠിച്ച് ഉണ്ടാക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ ഇപ്പോൾ ഓരോരുത്തരും ഓരോ ജാതകങ്ങളും മറ്റൊക്കെ കമ്പ്യൂട്ടറിലും മറ്റൊക്കെ ഇട്ട് ഉണ്ടാക്കുന്നുണ്ട്. അത് ചിലപ്പോൾ മേടലഗ്നമാകുമ്പോൾ ഇടവലഗ്നമാകും, ഇടവലഗ്നം മിഥുനലഗ്നമാകും, അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. പിന്നെ ചില ആൾക്കാരുടെ ഇടപാട് എന്താണെന്ന് വിചാരിച്ചാൽ പുരുഷനാണെങ്കിൽ പുരുഷരാശിയിലേക്ക് തള്ളുക, സ്ത്രീയാണെങ്കിൽ സ്ത്രീരാശിയിലേക്ക് തള്ളുക, ഇങ്ങനെയൊക്കെയുള്ള ചില ഇടപാടുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും അത് ശരിയല്ല. ഒരു ലഗ്നം ഗണിക്കുമ്പോൾ അത് വളരെ സൂക്ഷിച്ചു വേണം. പിന്നെ അത് മാത്രമല്ല, ഈ ലഗ്നം ശരിയായാലാണ് ലഗ്നം എന്ന് പറയുന്നതാണല്ലോ നമ്മുടെ ബേസ്, അടിത്തറ എന്ന് പറയുന്നത്. ആ അടിത്തറ ശരിയാവാതെ അതിൻ്റെ ഗ്രഹനിലകളെ പറ്റിയുള്ള ഫലങ്ങളെ പറയുമ്പോൾ അതിൽ തെറ്റുകുറ്റങ്ങൾ വരും. 7-ലുള്ളത് 8-ലാവും, 8-ലുള്ളത് 9-ലാവും, അങ്ങനെ പല മാറ്റങ്ങളും വരും. അപ്പം അതുകൊണ്ട് ഈ ലഗ്നം ഗണിക്കുമ്പോൾ നമ്മൾ സൂക്ഷ്മമായിട്ട് തന്നെ ലഗ്നം ഉണ്ടാക്കണം. അടിത്തറ ശരിയല്ലെങ്കിൽ ആ പെര തന്നെ വീഴും എന്ന് പറഞ്ഞ മാതിരി ഒരു കാര്യത്തിൻ്റെ ജാതകത്തിൻ്റെ അടിത്തറ ശരിയല്ലെങ്കിൽ അതിൽ നമ്മൾ പറയുന്ന ഫലങ്ങളും തെറ്റി വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. അതുകൊണ്ട് ഈ ലഗ്നത്തിന് ചില സൂക്ഷ്മതകളൊക്കെ ഉണ്ട്. മാന്യത്രികോണോപഗതം വിലഗ്നം തദ്വാദശാംശേ ദിവ നവാംശേ മാമീശ്വരാധിഷ്ഠിത കോണബംബ തൽ സപ്തമസ്യാവി വദന്തി ലഗ്നം എന്നൊക്കെയാണ് എൻ്റെ പ്രമാണം. അല്ലെങ്കിൽ രവിത്രികോണേല് ഗുരുത്രികോണേ മാന്യത്രികോണേ പ്രസവം ഭവന്തി. കണ്ടോ? രവിത്രികോണേല് ഗുരുത്രികോണേ മാന്യത്രികോണേ പ്രസവം ഭവന്തി എന്ന് വ്യക്തമായിട്ട് പറയുന്നു. അപ്പം ഇതിലെന്തെങ്കിലുമൊക്കെ ബന്ധങ്ങൾ നോക്കാതെ നവാംശകസ്തു പ്രഥമം പശ്ചാൽ നവനവാംശക നവാംശ ദ്വാദശാംശസ്തരത്പരം തത്വാരി ഏതാനി ഗന്ധാനി കൃത്വ ലഗ്നം വിചിന്തയിൽ. ഇങ്ങനെയുള്ള പ്രമാണങ്ങളെയൊക്കെ അടിസ്ഥാനമാക്കിയിട്ട് വേണം ഒരു ജാതകം നിർണയിക്കാൻ. അല്ലെങ്കിൽ ഫലങ്ങളൊക്കെ തെറ്റിപ്പോവും. എൻ്റെ അടുത്ത് ഒരു 19 ജാതകങ്ങളെങ്കിലും റീറേറ്റ് ചെയ്താൽ മതിയുണ്ട്. കാരണം ഇത് തന്നെ ഇപ്പോൾ മേടൻ രാശിയിൽ എനിക്ക് വിചാരിച്ചാൽ മേടം പുരുഷരാശിയാണ്. അപ്പോൾ പുരുഷനായതുകൊണ്ട് പുരുഷരാശിയിലേക്ക് അങ്ങോട്ട് തട്ടിയുള്ളൂ. സ്ത്രീയാണെങ്കിൽ അത് ചിങ്ങിലഗ്നാണെങ്കിൽ കന്നിലഗ്നത്തിലേക്ക് തള്ളിവിടും. അങ്ങനെ ചില അപാകതകൾ കണ്ടുവരുന്നുണ്ട്. അത് ശരിയല്ല എന്നുള്ളതാണ് പറയുന്നത്. പുരുഷൻ പുരുഷരാശിയിൽ ജനിക്കും,
അല്ല, പുരുഷൻ പുരുഷരാശിയിൽ ജനിക്കണം, സ്ത്രീ സ്ത്രീരാശിയിൽ ജനിക്കണം എന്നുള്ളത് പിന്നെ വ്യക്തമായുള്ള കാര്യമാണ്. ഓജരാശ ഓജരാശി നവാംശേ ജാതകേ കുമാരൻ, യുഗ്മരാശ യുഗ്മരാശി നവാംശകേ ജായതേ വധു എന്നാണ് അതിൻ്റെ പ്രമാണം പറയുന്നത്. അപ്പോൾ ഓജരാശി ഓജരാശി നവാംശകത്തിൽ ജനിച്ചാൽ പുരുഷനാണെന്നും യുഗ്മരാശി നവാംശകത്തിൽ ജനിച്ചാൽ സ്ത്രീയാണെന്നും അറിയുകയും. പക്ഷെ ഇതിൽ വ്യത്യസ്തമായിട്ട് ജനനം വരാനുണ്ട്. അതായത് പുരുഷരാശിയിൽ സ്ത്രീയും ജനിക്കും, സ്ത്രീരാശിയിൽ പുരുഷനും ജനിക്കും. അത് സമയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ സമയത്തിന് അതാണ് സമയം ശരിയായിട്ട്. ഇപ്പം നമ്മൾ പഠിച്ചതിലില്ലേ, കുന്തനിഗ്നെ പ്രതിലിഗ്നെ പ്രശ്രുതാര നദിൽ ഭവേക്ഷിത്വ കാശിക്കല തെക്വ വാനേയം പ്രശ്രുയന്മകം എന്നുള്ള നിയമപ്രകാരം അത് 1 മിനിറ്റ് 2 മിനിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ചെയ്യാനുള്ള അർഹത നമുക്കുണ്ട് എന്നർത്ഥം. അപ്പൊ ഈ ഓജരാശിയിൽ സ്ത്രീ ജനിച്ചാൽ എന്താവും? അവളൊരു പുരുഷിണീയോജരാശിഗമാഹാണ്, അവളൊരു പുരുഷിണിയായി തീരുന്ന മാത്രമേ വ്യത്യാസമുള്ളൂ, അല്ലാതെ ജനിക്കാൻ പാടില്ല എന്നുണ്ട്. സ്ത്രീരാശിയിൽ ജനിക്കാൻ സ്ത്രീത്വം ഉണ്ടാവും, പുരുഷൻ പുരുഷരാശിയിൽ ജനിക്കാൻ പുരുഷത്വം ഉണ്ടാവും. ആ മറ്റതത്വം കുറയുന്നു മാത്രം, അത്രേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗണിതം പഠിക്കുന്നവർ ശ്രദ്ധിക്കണം എന്നാണ് പറയാനുള്ളത്. പിന്നെ കൂടുതൽ ഇതൊന്നും പറയില്ല. ഇപ്പോഴത്തെ ഒരു ഇതില് സാറൊക്കെ വന്നിട്ട് പറയുന്ന കേട്ടു, നമ്മളിവിടെ മറ്റേ ജ്യോതിഷത്തിൻ്റെ ഓരോ കാര്യങ്ങൾ, അതൊക്കെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളിപ്പോൾ കോവിഡിനെ പറ്റി പ്രവചിച്ചു, അതേമാതിരിയുള്ള ഓരോ കാര്യങ്ങളെ പറ്റി പറയുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ എനിക്കൊരു സംശയം പറയുകയാണ്, നമ്മളൊക്കെ ഈ ബഹിരാകാശത്തിലൊക്കെ പോയിട്ട് താമസിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് നമ്മുടെ പത്രവാർത്തകളിലൂടെ പിന്നെ നമുക്കറിയാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഇതുമാതിരി ആ ഗ്രഹത്തിൽ നിന്ന് അന്യഗ്രഹ ജന്തുക്കൾ, അന്യഗ്രഹ ജീവികൾ ഈ ഭൂമിയിൽ വന്നിട്ട് വരുന്നില്ലേ എന്നുള്ളതൊരു സംശയം. കാരണം ഇവിടെയുള്ള ആപത്തുകൾക്കും ഈ അപകടങ്ങൾക്കും കാരണം അതാവാൻ വഴിയില്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. നരാപചാരൈഹി കുപിതർവിശിഷ്ട ദേവർവിനാശായ തഥാൽപവൃക്ഷ ബൃഹച്ചിരാഹസ്ത ചതുഷ്ടദീർഘ തേജോമയൊക്ക ഗഗനാൽപതന്തി എന്ന് കേട്ടിട്ടുണ്ട്. അതായത് ഈ എന്താണ് തേജോ ഉൽക്കാഭാഗം എന്ന് പറയുന്ന ഒരു സാധനം, അല്ലെങ്കിൽ എന്താ അതിന് പറയുക, ധൂമകേതു അല്ല, ധൂമകേതു അല്ല, കൊള്ളിമീൻ വീഴുക എന്ന് പറയും. അപ്പൊ ഈ കൊള്ളിമീൻ വീഴുക എന്ന് പറയുന്നത് ഈ ഭൂമിയിലേക്കല്ല വീഴുന്നത്, അല്ലെങ്കിൽ ഭൂമിയിലുള്ളവർക്കല്ല അതിൻ്റെ ആപത്തുണ്ടാകുന്നത്. നരാവതാരീഹി കുപിതർ വിശിഷ്ട എന്നാണ്. നരന്മാരുടെ അവതാരം ഹേതുവായിട്ട് ആണ് ഈ ഭൂമിയിലേക്ക് ഇവർ വരുന്നതെന്നാണ്. അതായത് ജനങ്ങൾ ചെയ്യുന്ന ഈ ദുർനടപടികളും ദുഷ്ടമനസ്സുകളും ഇങ്ങനെയൊക്കെയുള്ളത് കൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ വരുന്നത്. അപ്പോൾ ദേവർ വിനാശായ തഥാൽപ്പം ദേവന്മാരെ വളർന്നുകൊണ്ടാണ് അപ്പോൾ മനുഷ്യന്മാരെ പോയിട്ട് കുറെ ഉപദ്രവിച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് വിടുകയാണോ എന്നുള്ളൊരു സംശയം. അങ്ങനെ ഒരു ശ്ലോകമുണ്ട്, നരാപചാരീഹി കുപിതർ വിശിഷ്ട ദേവർ വിനാശായ തഥാ അല്പപുച്ഛ ബൃഹച്ചിര, വലിയ തലയണതര, ഹസ്ത ചതുഷ്ക, 4 കൈയുള്ളതാണ്, ദീർഘമായിട്ടുള്ള അവയവമാണ്, തേജോമയൽക്ക ഗഗനാൽപതന്തി. അതാണ് ഉൽക്കാഭാഗം. എൻ്റെ വേറൊരു പേരുണ്ട്, പുള്ളിമീനല്ല അത്. വേറൊരു പേരുണ്ട്.
പഠന വിഷയമാക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അത് പഠന വിഷയമായിട്ട് വന്നാൽ നന്നായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പിന്നെ ഒരു മറ്റേതിൻ്റെ ഒരു പാത്രം മാതിരിയുള്ള ഒരു സാധനം വന്ന് വീഴുന്നില്ലേ, അതാണ് സംഭവം. പറക്കുന്നൽ, അതാണ് സംഭവം. ഈ പറക്കുന്നൽ അതാണ് സംഭവം. ആ പറക്കുന്നലിലേക്ക് ഭൂമിയിലേക്ക് വീണ അയാൾ ഇങ്ങനെയൊക്കെയുള്ള രൂപത്തോടു കൂടിയുള്ള ഒരു വസ്തുവാണ്. ആ വസ്തു നരന്മാരുടെ അപചാരം ഹേതുവായിട്ട് വരുന്നതാണെന്നാണ് ശാസ്ത്രം പറയുന്നത്. ശരിയാണോ തെറ്റാണോ നമുക്ക് അറിയില്ല. അപ്പൊ നമുക്ക് ശരിയായിട്ടൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മളിപ്പോ യഥാര സൗരീശ്വരരാജമന്ത്രിനാഥേകരാജ സമസപ്തമേ വിവ ഹിമാദ്രി ലങ്കാപുരി മധ്യവർത്തിന തദേക ശേഷം ഗുരുദേവ വസുന്ധര ഒരു നിയമം എഴുതി വെച്ചു എന്നുള്ളത്. ശരിയാണോ തെറ്റാണോ നമ്മളത് പ്രാക്ടിക്കലായിട്ട് നോക്കണം. ആ പ്രാക്ടിക്കലായിട്ട് നോക്കുമ്പോഴാണ് നമുക്ക് ഈ കൊറോണനെ പറ്റിയിട്ടൊക്കെ പിടുത്തം കിട്ടിയത്. അപ്പൊ ഇതേമാതിരി അതേമാതിരി ഇതും ശരിയാവാൻ സാധ്യത ഉണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അനുഭവം കിട്ടും. അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ നന്നായിട്ട് ചിന്തിക്കണം. പിന്നെ ജ്യോതിഷ പരിഷത്തിന്റെ 50-ാം വാർഷികം, ജ്യോതിഷ പരിഷത്തിനെ പറ്റി പറഞ്ഞ ഏകവൃക്ഷോ ദ്വിവൃക്ഷോ ഏകപത്രോ ദ്വിപത്രോ ത്രിപത്രം പ്രാണസങ്കടം മഹാവൃക്ഷോ മഹാശാപോ ലോകം ഭസ്മീകരിച്ച് എന്ന് പറഞ്ഞൊരു ശ്ലോകമുണ്ട്. അപ്പോൾ ഒരു പത്രമാകുമ്പോഴേക്കും തന്നെ എങ്ങനെ വളർന്നു, 2 പത്രമാകുമ്പോഴേക്കും പറയാൻ പറ്റില്ല, 3 പത്രമാണെങ്കിൽ ഒട്ടും പറയാം. പ്രാണസങ്കടവും ത്രിപത്രം പ്രാണസങ്കടം മഹാവൃക്ഷവും മഹാശാഖ. അതൊരു മഹാവൃക്ഷവും മഹാശാഖകളൊക്കെ ആയിട്ട് വളർന്നു കഴിഞ്ഞാൽ എന്താവും സ്ഥിതി എന്നാണ് ആലോചിക്കുന്നത്. ഏതായാലും വളരട്ടെ. പരിഷത്തിൻ്റെ ഓരോ വളർച്ചയിലും നമുക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അത് ഇനിയും വളർന്ന് പന്തലിച്ച് വലുതാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അതിൽ കേരള ജ്യോതിഷ പരിഷത്തിൻ്റെ 9-ാം വാർഷികത്തിൻ്റെ ഉദ്ഘാടനം ഇന്ന് നടന്നതാണ്. ഇത് അധ്യക്ഷത വഹിച്ച നമ്മുടെ കേരള ജ്യോതിഷ പരിഷത്തിൻ്റെ പ്രസിഡന്റ് രഘുരാമ പണിക്കർക്ക് എൻ്റെ നമസ്കാരം അറിയിക്കുന്നു. അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറി കോലടി സുരേന്ദ്ര പണിക്കർ അവർ, സെക്രട്ടറി ഉണ്ണിരാജക്കുറുപ്പ്, നമ്മുടെ വൈസ് പ്രസിഡന്റ് കെ നാരായണ പണിക്കർ, മധുസൂദൻ പീത്തറക്കൽ ട്രഷറർ, നമ്മുടെ ജ്യോതിഷ പരിഷത്തിൻ്റെ മാഷ് ശ്രീ ബാലകൃഷ്ണ പണിക്കർ, പ്രാർത്ഥന നടത്തിയ വിനോദ് കുമാർ ചൊവ്വര, ഉദ്ഘാടനം ചെയ്ത നേരത്തെ പറയേണ്ടായിരുന്നു TM പ്രതാപൻ MP അവർക്കും, ജ്യോത്സ്യൻ ശ്രീ ശിവദാസ് നല്ലങ്കര ചെയർമാൻ പൂർവ്വ വിദ്യാർത്ഥി സംഘടന, ഇന്നിവിടെ വിഷയാവതരണം ചെയ്യുന്ന സ്ത്രീജാതക വിചിന്തനം എന്നുള്ളത് അവതരിപ്പിക്കാൻ പോകുന്ന ശ്രീ രമേശ് പണിക്കർ, കൃതജ്ഞത അറിയിക്കാൻ പോകുന്ന ശ്രീ ദേവിദാസ് എന്നിവർക്കും മറ്റ് വേദിയിലിരിക്കുന്നവർക്കും എല്ലാവർക്കും എൻ്റെ നമസ്കാരം അറിയിക്കുന്നു. ഇന്ന് 50-ാം വാർഷികം ആഘോഷിക്കുന്ന സുദിനവേളയിൽ ഞാനിത് നമ്മളുടെ മുമ്പ് ഉണ്ണിപ്പണിക്കരുടെ കാലഘട്ടത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. 38 കൊല്ലം ആവുന്നതുകൊണ്ട് കൂടൽമാൻ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു അന്ന്
ഉണ്ണീഷ് പണിക്കർ. അതിൽ ഞാനന്ന് വളരെ ആക്റ്റീവ് ആയിരുന്നു. കാരണം ജാതകചേർച്ച സംബന്ധമായിട്ടുള്ള പല വിഷയങ്ങളെപ്പറ്റും അവതരണം ഞാൻ ചെയ്തിട്ടുള്ളതാണ്. അത് കഴിഞ്ഞ് നമ്മുടെ വേണുഗോപാലനായിരുന്നു. ആ സമയത്ത് ഇങ്ങനെ വന്നു പോയെങ്കിലും കൂടുതലായിട്ടുള്ള ബന്ധങ്ങൾ ഇതിലുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഉള്ള നമ്മുടെ പ്രസിഡന്റ് AU രഘുരാമ പണിക്കരുടെ ഇതിൽ വന്ന ശേഷമാണ് എല്ലാ മാസവും നമുക്ക് വരേണ്ട ഒരു അവസ്ഥ വന്നത്. വളരെ ആക്റ്റീവാണ് പ്രസിഡന്റ്. അതുപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയും എന്തിനും സ്നേഹത്തോടെ മുതിരുന്ന വിദ്യാർത്ഥികളാണ്. പൂർവ്വ വിദ്യാർത്ഥികളും ഇപ്പോഴുള്ള ആൾക്കാരും എല്ലാം ഒരു ഉത്സവം പോലെ ഇവിടുത്തെ ഓരോ കാര്യങ്ങളും എടുത്ത് ചെയ്യാൻ, ഇനി എത്ര ചെയ്താലും അത് പോരാ, ഇനിയും എന്താ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ആവേശത്തോടു കൂടിയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അത് വളരെ വളരെയേറെ സന്തോഷമുണ്ട്. ഇപ്പോൾ നമ്മുടെ രഘുരാമ പണിക്കരുടെ ഇതിൽ വന്ന ശേഷമാണ് ഞാൻ എക്സിക്യൂട്ടീവ് അംഗമായിട്ട് ഇവിടെ വന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എത്ര തന്നെ പറഞ്ഞാലും പോരാ. വളരെ നന്നായി പ്രവർത്തിക്കുന്ന എല്ലാ കാര്യങ്ങളിലും മുന്നിൽ നിന്ന് പ്രവർത്തിക്കുകയും ഇതുപോലെ 3-4 പുരുഷന്മാരെ വെച്ച് ക്ലാസ് നടത്തുന്നത് ആദ്യമാണ്. ഇതിനിയും വളർന്ന് വരട്ടെ. കാരണം എന്താ വെച്ചാൽ ഈ പ്രസിഡന്റ് വന്ന ശേഷം എന്താണെന്ന് അറിയില്ല, എല്ലാവർക്കും വളരെ സന്തോഷവും ആവേശവും പ്രവർത്തനവും വളരെ വർദ്ധിച്ചു വരുന്നതായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത്. 40 കൊല്ലം മുമ്പ് മുതൽക്കന്നെ ഞാൻ ഇതിലുണ്ടെങ്കിലും ഇത്രയേറൊരു ഇത് ആദ്യമായിട്ട് കാണുകയാണ്. നമ്മുടെ സുരേന്ദ്ര പണിക്കർ പറഞ്ഞ പോലെ ശരിയായിട്ടുള്ള കാര്യമാണ്. എന്തായാലും വളരെ വളർന്ന് വരട്ടെ. ഇനിയും പല വിദ്യാർത്ഥികൾക്കും ഈ ജ്യോതിഷ പരിഷത്തിൽ നിന്ന് ജ്യോതിഷം അഭ്യസിച്ച് നല്ല പേരും പ്രശസ്തിയും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. നമസ്കാരം. ജ്യോതിഷ പരിഷത്ത് ഇന്ന് 50ാമത്തെ ആഘോഷം, സുവർണ്ണ ജൂബിലി ആഘോഷം ആരംഭിക്കുന്ന ഈ വേളയിൽ ഇവിടെ നമ്മുടെ അധ്യക്ഷനായിട്ടുള്ള നമ്മുടെ ഏവർക്കും പ്രിയങ്കരനായ അന്തരിച്ചേർന്നു. അതോടൊപ്പം തന്നെ ഉദ്ഘാടനത്തിലെത്തിയ നമ്മുടെ തൃശ്ശൂർ MP വൈസ് പ്രസിഡന്റായി ഇവിടെ എത്തിച്ചേർന്ന ആമ്പലൂർ നാരായണൻ ചേട്ടനും, സെക്രട്ടറിമാരായുള്ള സുരേന്ദ്ര ചേട്ടനും ഉണ്ണിരാജ ചേട്ടനും, അധ്യാപകരായിട്ട് ഇവിടെ എത്തിയ നമ്മുടെ ഗുരുക്കന്മാർ ബാലകൃഷ്ണ പണിക്കർക്കും മധു ചേട്ടനും, അതോടൊപ്പം തന്നെ ഈ വേദി പങ്കിടുന്ന എല്ലാ പ്രതിഭകൾക്കും, എല്ലാ ഗുരുക്കന്മാർക്കും, വിദ്യാർത്ഥികളുടെ ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഘടനയിൽ ഉള്ളതായ ഞങ്ങളുടെ സെക്രട്ടറി വിനോദ് ചോര, അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പരിപാടിയിൽ വളരെയധികം ഞങ്ങളെ സഹായിച്ചിട്ടുള്ളതായ ഈ ഇതിലേക്ക് ക്ഷണിക്കാനും മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി നമ്മളൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നതായിട്ടുള്ളതായ വരുൺ, അതോടൊപ്പം തന്നെ മണികണ്ഠൻ, ശ്യാമ, മറ്റ് പ്രധാന വ്യക്തികൾക്കും എൻ്റെ ആശംസകൾ അറിയിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വേദിയിൽ ഇവിടെ എനിക്ക് നിൽക്കാനുള്ള അവസരം ഉണ്ടാക്കിയെന്ന ആയതിനെ ജ്യോതിഷ പരിഷത്തിനാണ് ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഈ പൂർവ്വ വിദ്യാർത്ഥികൾക്കൊരു പ്രചോദനം ഉണ്ടായിട്ട് തന്നെ ഞാനായിരിക്കാൻ എനിക്ക് തോന്നുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒന്നുമല്ലാത്ത ഒരു സ്ഥാനത്ത് നിന്ന് ഞാൻ ഇവിടെ വന്ന് ഇന്ന് ഈ പ്രസംഗിക്കാനുള്ള ഒരു അവസരം എനിക്ക് ഇവിടെ ഉണ്ട്. ഇതുവരെ ഇങ്ങനെയുള്ള അവസരത്തിലേക്ക് എത്തിച്ചേർത്ത ഈ ജ്യോതിഷോത്സവങ്ങൾ ഞാൻ നന്ദി പറയണത്. അതോടൊപ്പം തന്നെ ഈ ഗുരുക്കന്മാരുടെ സ്ഥാനീയരായിട്ടുള്ളതായ ഈ പാടൂർ ഉള്ളിലേക്കാണ്, അതുപോലെ തന്നെ കൃഷ്ണകുമാർ വളരെ കൃഷ്ണകുമാർ അവരെപ്പോലുള്ള സാന്നിധ്യം തന്നെ ഞങ്ങൾക്കൊരു പ്രചോദനമാണ്. അവരുടെയൊക്കെ പ്രശംസകൾ ഞങ്ങളെ വളർത്തുകയാണ് ചെയ്യുന്നത്. ഞങ്ങളെ വളരെ വളർത്തി വലുതാക്കിയ ഈ ജ്യോതിഷ പരിഷത്തിനും അതോടൊപ്പം തന്നെ ജ്യോതിഷ പരിഷത്തിലെ അധ്യാപകർക്കും എത്ര പറഞ്ഞാലും ഞങ്ങൾക്ക് എത്ര നന്ദി പറഞ്ഞാലും ഞങ്ങൾക്ക് മതിയാവില്ല. ഈ പരിഷത്തില് ഞങ്ങൾക്ക് പൂർവ്വ വിദ്യാർത്ഥികൾക്ക് പ്രവർത്തിക്കാൻ വേണ്ട അവസരങ്ങൾ അത്രമാത്രം ഇവിടെ രഘുചേട്ടൻ ഒരുക്കി തരുന്നുണ്ടായി. അവിടെ തന്നെ ഇനിയും അവസരങ്ങൾ ഒരുക്കി തരുന്ന തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ 2-3 അഭ്യർത്ഥനകൾ വെച്ചിരുന്നു. അത് ഈ കൂട്ടത്തിൽ ഒന്നുകൂടി ഞാൻ രഘുചേട്ടനെ ഓർമ്മിപ്പിക്കുകയാണ്. അതിൽ പ്രധാനമായിട്ട് നമ്മുടെ അധ്യാപകരായിട്ടുള്ളതായ മധുചേട്ടൻ തന്നെ പറയണ്ടായി. ഞാനും അതിനോടൊപ്പം തന്നെ പറയണം, പക്ഷേ ഞങ്ങളൊക്കെ നേരത്തെ പറഞ്ഞതായ കാര്യങ്ങൾ ഇവിടെ ഒരു ഗവേഷണ കേന്ദ്രത്തോടുകൂടി തന്നെ ഇവിടെ ഒരു വാന നിരീക്ഷണം ഞങ്ങൾക്ക് ഒരു താല്പര്യമുള്ള വിഷയമാണെന്ന് ഞങ്ങൾ അറിയിപ്പിക്കേണ്ടതുണ്ട്.
രഘുചേട്ടനെ അതിൽ പ്രത്യേക ഒരു കരുതലെടുക്കണമെന്ന് ഞാൻ വീണ്ടും ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതൊരു ജ്യോതിഷ പരിഷത്തായിട്ട് മാത്രം നിലനിർത്താതെ സാംസ്കാരിക സംഘടനയായിട്ടും കൂടി നിലനിർത്താനായിട്ട് കൂടുതൽ സാംസ്കാരികമുള്ള കാര്യങ്ങൾക്ക് സാഹിത്യം സംസ്കാരമുള്ള സംഘടനകളോട് അങ്ങനെ പ്രവർത്തിക്കാൻ വേണ്ടി നമുക്ക് കൂടുതൽ ഇവിടെ വിദ്യാർത്ഥികളെ നമുക്ക് എന്താ പറയാ മ്യൂസിക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിപ്പിക്കാനോ അല്ലെങ്കിൽ സംഗീതമോ അങ്ങനെയൊക്കെ പഠിപ്പിക്കാനുള്ള ഒരു സൗകര്യം കൂടിയാണ് നമുക്ക് ഇവിടെ ഉണ്ടാക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോകാനുള്ള ഒരു അവസരമാണെന്ന് തോന്നുന്നു. അതും ഈ ജ്യോതിഷികളിൽ പലരും പ്രഗത്ഭരായിട്ടുള്ളതായ പല കഴിവുകളുള്ള വ്യക്തികളുണ്ടെന്ന് തന്നെ നമുക്കറിയാം. അവരുടെ സഹായം കൂടി നമുക്ക് ഇതിൽ ഉണ്ടാവും തന്നെ ഒരു സംശയമില്ല. ഒപ്പം ഒരു 600ഓളം വിദ്യാർത്ഥികളുടെ പഠിച്ചു പോയുള്ളതിൽ പലരും പ്രഗത്ഭരാണ്, പ്രശസ്തരാണെന്ന്. അവരൊന്നും ഈ പരിഷത്തിലേക്ക് കൂടുതൽ നമ്മളോട് കൂടെ പ്രവർത്തിക്കാൻ തയ്യാറാവുന്നില്ല എന്നൊരു വർഷം കൂടി ഞങ്ങൾ പറയുന്നത്. ഒപ്പം ഞങ്ങൾ ഇപ്പൊ ഇനി അവതരിപ്പിക്കാവുന്ന പ്രബന്ധത്തിനോട് സെക്രട്ടറി പറഞ്ഞ പോലെ, ഗുഡ്രാജ് പറഞ്ഞ പോലെ, ഇനി അവതരിപ്പിക്കാൻ പോകുന്നതായ ഈ പ്രബന്ധങ്ങളില് വിദ്യാർത്ഥികളുടെ പ്രബന്ധങ്ങൾ അത് നമ്മൾ മുൻപ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയും അവസരങ്ങൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെക്കുന്നുണ്ട്, പ്രബന്ധങ്ങളുണ്ട്. പക്ഷെ ഇപ്പൊ ഈ 11 ചെലവൂടെ അതിന് എങ്ങനെ സമയം ഉണ്ടാകുമോ സാധിക്കുമെന്ന് എനിക്കറിയില്ല. പിന്നെ അതല്ല, ഇവിടെ നമ്മളന്ന് മീറ്റിംഗിൽ ഒരു കാര്യം കൂടി തീരുമാനിക്കണ്ടായി. പരിഷത്തുമായിട്ട് ഒത്തൊരുമിച്ച് നിന്ന് തോളോട് തോട് പ്രവർത്തിക്കുന്നവർക്കാണ് അതിനുള്ള കൂടുതൽ അവസരങ്ങൾ കൊടുക്കണ്ടേ എന്ന് ഞങ്ങൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഒന്നുകൂടി ഞങ്ങൾ ഊന്നി പറയുകയാണ്. നമ്മളുമായിട്ട് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രധാന അവസരം തന്നെ കൊടുക്കണം. എല്ലാ മാസത്തിലും ഇവിടെ പരിഷത്ത് മീറ്റിംഗ് വെക്കുന്നുണ്ട്, പല പല പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. അതിലൊക്കെ എല്ലാവരും സാന്നിധ്യം അറിയിക്കട്ടെ. വിദ്യാർത്ഥികളായിട്ട് ഞങ്ങൾ വിദ്യാർത്ഥികളാണ്, ജോഷപേക്ഷ വിദ്യാർത്ഥികളായിട്ട് ഒരു ഗ്രൂപ്പിൽ വെറുതെ ഒരു ടിക്ക് അടിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. നിങ്ങളെ കൂടുതൽ സഹകരണം ഞങ്ങൾ നന്നായിട്ട് സഹകരണം ഇവിടെ നിന്ന് കൂടുതൽ പണിയാണെന്ന് ആരും പറയണമെന്നില്ല, നിങ്ങളുടെ സാമ്പത്തിക സഹായമോ തോന്നുന്നില്ല. നമ്മുടെ ഒപ്പം നിന്ന് ഈ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുക, നമ്മളോട് കൊടുത്ത ചർച്ചയിൽ നിങ്ങളുടെ ബുദ്ധി ഉപയോഗിക്കാനാണ് പറയുന്നത്. അത് നിങ്ങളുടെ ആശയങ്ങൾ അതാണ് തരാൻ പറയുന്നത്. ഈ ആശയങ്ങളിൽ കൂടെ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിച്ചാൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അതാണ് നമ്മൾ ആവശ്യപ്പെടുന്നുള്ളൂ. അത് എല്ലാവർക്കും തരുന്നതിന് എന്താണ് പ്രവർത്തിക്കുള്ളത്. അത് അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ഇനിയും പ്രബന്ധങ്ങളും ഇതുപോലെ തന്നെ പല ചർച്ചാ വിഷയങ്ങളും നമ്മളിവിടെ കുറച്ച് കാലം ചെയ്യേണ്ടത് ചർച്ചാ ക്ലാസ് നടത്തുന്നുണ്ടായി. അത് വീണ്ടും ആരംഭിക്കാൻ തയ്യാറാണെങ്കിൽ കൊറോണ ഒതുങ്ങി കഴിഞ്ഞാൽ വീണ്ടും ആരംഭിക്കാൻ തയ്യാറാണ്, ചർച്ചാ ക്ലാസ്സിൽ വയ്ക്കാൻ തയ്യാറാണ്. അന്ന് പ്രഭാഷക സുജിത്ത് ഇവരൊക്കെ വന്ന് ഒരു 8-10 പേരുണ്ടായിരുന്നു. ചർച്ചാ ക്ലാസ് നടക്കുന്നുണ്ടായി. 2-3 പ്രാവശ്യം നടക്കാനുള്ളൂ. പിന്നീട് നമ്മൾ കൊറോണയിലേക്ക് നിർത്തിവെച്ചു. വീണ്ടും ആരംഭിക്കാനുള്ള ഒരു തയ്യാറെടുപ്പാണ് നമ്മൾ. അത് ഇനി ഉണ്ടാവും, അതെല്ലാവരും അറിയിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ എവിടെയും സഹകരണമാണ് ഞങ്ങൾ ഈ സഹകരണം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് തന്നെയാണ്. ആശയങ്ങളാണ് ഞങ്ങൾ സഹകരണമായിട്ട് ഞങ്ങൾ ചോദിക്കുന്നത്. നിങ്ങളെല്ലാവരും പഠിച്ചു പോയി ഇപ്പൊ സർട്ടിഫിക്കറ്റ് മേടിച്ചു പോയാലും നിങ്ങൾ അതോടുകൂടി നിങ്ങളുടെ കടമ തീരുന്നില്ല. നിങ്ങൾ ഇത് ഞങ്ങളോട് കൂടെ നിന്ന് എല്ലാ മീറ്റിങ്ങിലും എല്ലാ കാര്യങ്ങളും ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കാമെന്ന് എല്ലാവരും പങ്കെടുക്കുക. അതെങ്കിലും നിങ്ങൾ ചെയ്യണമെന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നുണ്ട്. ഒപ്പം നമുക്ക് ഇത്രയും അവസരങ്ങൾ ഒരുക്കി തരുന്ന വേറെ എവിടെയുള്ളത് ഇതുപോലൊരു ഗവേഷണ കേന്ദ്രം വേറെ എവിടെയുമില്ല. ഒരു വിദ്യാർത്ഥി സംഘടനയില്ല, ഒരു സ്ഥലത്ത് ഒരു വിദ്യാർത്ഥി സംഘടനയില്ല. വിദ്യാർത്ഥി സംഘടനയിൽ ചുരുങ്ങിയത് 500 പേരെങ്കിലും വേണ്ടേ. ഇത് 600ഓളം വിദ്യാർത്ഥികൾ പഠിച്ചു പോയതായ ഈ സംഘടന, ഇതില് നമുക്ക് നല്ലോണം ഒരു അംഗങ്ങളുണ്ട്. എല്ലാവർക്കും എല്ലാ കാര്യത്തിലും എപ്പോഴും വന്ന് പങ്കെടുക്കാൻ സാധിക്കുന്നുണ്ടാവില്ല. എന്നിരുന്നാൽ തന്നെയും നമുക്ക് പറ്റുന്ന അവസരങ്ങളിൽ നിങ്ങളുടെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാം സഹകരണവും ആശയങ്ങളും ഞങ്ങൾക്ക് കൈമാറിക്കൊണ്ട് ഞങ്ങളുടെ ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുവരാൻ നിങ്ങളുടെ എല്ലാം സഹായം ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ പരിപാടി ഇന്നത്തെ ഉദ്ഘാടനത്തിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് പ്രസിഡന്റ്, ഭാരവാഹികൾ, ഗുരുക്കന്മാര്, ഗുരുസ്ഥാനീയരായിട്ടുള്ളതായ എല്ലാ ഇന്ന് ഈ വേദി പങ്കിടുന്ന എല്ലാവർക്കും എൻ്റെ വളരെ ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചുരുങ്ങിയ വാക്കുകൾ നിർത്തുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ശ്രീ ശിവദാസ് കെ വെള്ളക്കര. കേരള ജ്യോതിഷ പരിഷത്ത് സുവർണ ജൂബിലി ആഘോഷ ഉദ്ഘാടന ചടങ്ങിൻ്റെ അവസാന വേളയിലേക്ക് കടക്കുകയാണ്. യോഗത്തിൻ്റെ ഈ വേളയിൽ ശ്രീ ടി എൻ പ്രതാപൻ അവർ സൂചിപ്പിച്ചതുപോലെ കേരള ജ്യോതിഷ പരിഷത്ത് ഭാവിയിൽ ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റിയായി വികസിക്കുന്ന ആ ഒരു ലക്ഷ്യത്തിലേക്ക് ചുവടുവെക്കുന്നതിന് വേണ്ടി കേരള ജ്യോതിഷ പരിഷത്തിന്റെ പൂർവ്വ വിദ്യാർത്ഥിയായ ശ്രീ വിനോദ് കുമാർ KS ചൗര ഇവിടെ ലൈബ്രറിക്ക് വേണ്ടി കുറച്ച് പുസ്തകങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ
പുസ്തകങ്ങൾ ശേഖരിച്ച രീതി നമുക്ക് എല്ലാവർക്കും അനുകരിക്കാവുന്നതാണ്, സ്വീകരിക്കാവുന്നതാണ്. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തെ കാണാൻ വരുന്ന എല്ലാവരോടും കേരള ജ്യോതിഷ പരിഷത്തിൻ്റെ ഈ ഒരു ഗവേഷണ കേന്ദ്രത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയും അതിലേക്ക് നിങ്ങൾ വായിച്ചു കഴിഞ്ഞതോ അല്ലെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നതോ ആയ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ഉപയോഗിക്കാൻ മറന്നുപോയതോ ആയ പുസ്തകങ്ങൾ അല്ലെങ്കിൽ ഗവേഷണ കേന്ദ്രത്തിലേക്ക് നിങ്ങൾക്ക് സംഭാവന ചെയ്യണം എന്ന് തോന്നിയ പുസ്തകങ്ങൾ, ഇവയെല്ലാം നിങ്ങൾ കൊണ്ടുവന്ന് തരിക എന്ന് അദ്ദേഹത്തെ സമീപിക്കുന്ന ഓരോരുത്തരോടും പറഞ്ഞ് അവർ കൊണ്ടുവന്ന് സമർപ്പിച്ച ആ പുസ്തകങ്ങൾ ഏകദേശം 2.5 മാസത്തെ പ്രയത്നത്തിന്റെ ഫലമായി കുറച്ച് പുസ്തകങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ആ പുസ്തകങ്ങൾ ശ്രീ വിനോദ് കുമാർ KS ചോര, ഇപ്പോൾ കേരള ജ്യോതിഷ പരിഷത്ത് പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർക്ക് നൽകിക്കൊണ്ട് ഈ ഗവേഷണ കേന്ദ്രത്തോടനുബന്ധിച്ചുള്ളതായ ലൈബ്രറിയിലേക്കുള്ള സാരസ്വത സമർപ്പണമായി ഈ പുസ്തക സമർപ്പണത്തെ നമുക്ക് ഹർഷാരവങ്ങളോടുകൂടി സ്വീകരിക്കാം. ഇനിയും കേരള ജ്യോതിഷ പരിഷത്തിന്റെ പൂർവ്വ വിദ്യാർത്ഥികളും ഇപ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികളും കുടുംബാംഗങ്ങളുമെല്ലാം ആവുന്നത്ര പുസ്തകങ്ങൾ കളക്ട് ചെയ്ത് കേരള ജ്യോതിഷ പരിഷത്തിന്റെ ഗവേഷണ ലൈബ്രറിയിലേക്ക് സമർപ്പിക്കും എന്ന പ്രതീക്ഷയോടെ ഈ ധന്യ നിമിഷത്തെ നമുക്ക് ഹൃദയത്തിലേക്ക് സ്വീകരിക്കാം. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സെമിനാർ ശ്രീ രമേശ് പണിക്കർ അന്തിക്കാട് കളരി സ്ത്രീജാതക വിചിന്തനം എന്ന വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി നടത്തുന്നു. ഇപ്പോൾ സമയം അതിക്രമിച്ചിരിക്കുന്നതിനാൽ ഈ യോഗത്തിന് ശേഷം ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം സെമിനാർ. ഇന്നത്തെ ഈ യോഗത്തിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള നിമിഷമാണ് ഇപ്പോൾ കഴിഞ്ഞത്. കേരള ജ്യോതിഷ പരിഷത്തിൻ്റെ ഗ്രന്ഥ ശേഖരത്തിലേക്ക് ഒരു മുതൽക്കൂട്ടായിട്ട് ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥി തന്നെ അദ്ദേഹം സമാഹരിച്ച പുസ്തകങ്ങൾ നമുക്ക് കൊണ്ടെത്തിച്ചു തരികയാണ്. ഈ പ്രസ്ഥാനത്തിനോടുള്ള സ്നേഹവും കടപ്പാടും മറ്റൊരു രൂപത്തിൽ അദ്ദേഹം അറിയിക്കുകയാണ്. ഈ പുസ്തകങ്ങളെന്ന് പറയുന്നത് നമുക്കറിയാം, വായിച്ചു കഴിഞ്ഞാൽ ആരൊക്കെ വായിക്കുന്നു അവരിലേക്കെല്ലാം അറിവിൻ്റെ ശാഖകൾ കൊണ്ടെത്തിക്കുന്നതാണ്. അപ്പോൾ ഒരു പുസ്തകം ഇവിടെ കിട്ടുമ്പോൾ അത് അനേകം തലമുറകൾക്കായിട്ടാണ് നമ്മളോട് സൂക്ഷിക്കപ്പെടുന്നത്. ഈ ഒരു വലിയ സംരംഭത്തിന് നിങ്ങൾ ഇവിടെ വന്നിട്ടുള്ള എല്ലാവരോടും ഞാൻ ആവശ്യപ്പെടുകയാണ്, കഴിയാവുന്ന പുസ്തകങ്ങൾ നിങ്ങൾ ഓരോരുത്തരും കേരള ജ്യോതിഷ പരിഷത്തിൻ്റെ ഗ്രന്ഥ ശേഖരത്തിലേക്കായിട്ട് എത്തിച്ചു തരാൻ ഹൃദയപൂർവ്വം ഞാൻ ഓരോരുത്തരുമായിട്ട് അഭ്യർത്ഥിക്കുന്നു. ഇന്ന് ഈ നാളിതുവരെ ഇവിടെ പലരും പുസ്തകങ്ങൾ തന്നിട്ടുണ്ട്, അതുകൂടെ നമ്മൾ ലൈബ്രറിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ പുസ്തകങ്ങൾ തന്നത് ശ്രീ വിനോദ് വരെ ഉള്ള വ്യക്തികൾ തന്ന എല്ലാവരോടും കേരള ജ്യോതിഷ പരിഷത്തിൻ്റെ ഹൃദയംഗമായിട്ടുള്ള കൃതജ്ഞത അറിയിക്കുന്നു. അതോടൊപ്പം നേരത്തെ ശിവദാസൻ പറഞ്ഞ ഒരു കാര്യം, പരിഷത്തിൻ്റെ പ്രവർത്തനങ്ങൾ, ഇതുവരെയുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ പരിഷത്തിൻ്റെ വിദ്യാർത്ഥികൾക്കും പരിഷത്തിനോട് ചേർന്ന് നിൽക്കുന്നവർക്കും തന്നെയായിട്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവരുടെ ഉന്നതി തന്നെയാണ് ഞങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുന്നത്. ഇവിടെ മാസാമാസം മീറ്റിംഗ് കൂടി തീരുമാനങ്ങൾ എടുക്കുന്നതൊക്കെ തന്നെ ഈ ഒരു കാര്യത്തിന് വേണ്ടി തന്നെയാണ്. ഇന്ന് നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ തന്നെ കേരള ജ്യോതിഷ പരിഷത്തിൻ്റെ വിദ്യാർത്ഥികളുടെ ഒരു വിഭാഗം ഇന്ന് പൊതുവേദികളിൽ പ്രബന്ധം അവതരിപ്പിക്കാനും ചർച്ചകൾ നടത്താനും പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളായിട്ട് മാറിക്കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും വലിയ നേട്ടമായിട്ട് ഞാൻ കാണുന്നു. പരിഷത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടം അത് തുറന്നു പറയുകയാണ് ഞാൻ. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഒരു സന്തോഷമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണത്. കാരണം നമ്മുടെ മനസ്സിൽ ഒരു ചിത്രം ഉടലെടുത്ത് എൻ്റെ പുറകിലാണ് ഈ വിദ്യാർത്ഥി സംഘടന എന്ന് പറയുന്ന ഒരു ശ്രേണി ഇവിടെ രൂപപ്പെടുന്നത്. അതിനുശേഷം ആ സംഘടന വളർന്നു വലുതായി അത് വലിയ ഒരു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൈജ്ഞാനിക തലത്തിൽ അത് വലിയൊരു രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടാവാതിരുന്നതും അതായിരുന്നു. ആരും മുഖ്യധാരയിലേക്ക് വന്ന് ചേരാത്തൊരു രീതി ഉണ്ടായിരുന്നു. അതെന്ന് വിട്ട് ഇപ്പോൾ ഒരു പ്രബന്ധം അവതരിപ്പിക്കാനോ അല്ലെങ്കിൽ പൊതുവേദിയിൽ ഒരു ജ്യോതിഷ വിഷയം വളരെ
വിദഗ്ധമായിട്ട് കൈകാര്യം ചെയ്യാനോ ജ്യോതിഷ പരിഷത്തിന് മുന്നിൽ നിർത്തുവാനാവുന്ന ഒരുപാട് പേര് ഇന്ന് ജ്യോതിഷ പരിഷത്തിന് മുന്നിലുണ്ട്. പൂർവ്വ വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ട ഒരുപാട് പേര്. അത് വളരെയധികം ഒരു മനസ്സിന് ആനന്ദവും വളരെ സന്തോഷവും നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. ഇതിൻ്റെ ഭാഗഭാക്കാവാനായിട്ടാണ് ശ്രീ ശിവദാസ് നെല്ലങ്കര പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ പ്രസിഡന്റ് നിങ്ങളെ ഓരോരുത്തരുടെയും ആഹ്വാനം ചെയ്തത്. അദ്ദേഹം പറയുന്നത് സംഘടനയുടെ ഭാഗമായിട്ട് തീരാനാണ്. ഇത് ഈ പരിഷത്ത് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെയോ 10-15 പേരുടെയോ ഒരു സംഘടനയല്ല. ഇത് വിപുലമായിട്ട് ജ്യോതിഷ രംഗത്ത് മാറ്റങ്ങൾ വരുത്തുവാനും ജ്യോതിഷികൾക്ക് ജ്യോതിഷം നിലനിർത്തി കൊണ്ടുപോകാനും അതിൻ്റെ വൈജ്ഞാനികമായിട്ട് തലം മുന്നോട്ട് കൊണ്ടുപോകാനും വേണ്ടി രൂപം കൊണ്ടുള്ള സംഘടനയാണ്. ഒരു വ്യക്തിയുടെയോ കുറച്ചു പേരുടെയോ അല്ല, ഈ ഇരിക്കുന്ന എല്ലാവരുടെയും ജ്യോതിഷ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും ഒരു സംഘടനയാണ്. ആ ഒരു തലം മനസ്സിൽ കണ്ടുകൊണ്ടാണ് നമ്മുടെ 50-ാം വാർഷികത്തോട് അനുബന്ധിച്ച് കേരള ജ്യോതിഷ പരിഷത്ത് ഒരു വേദി ഒരുക്കുകയാണ്. കേരളത്തിലെ ജ്യോതിഷ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനകൾക്കും കേരള ജ്യോതിഷ പരിഷത്തിൻ്റെ ഒരു പ്ലാറ്റ്ഫോമിൽ ഒന്നിച്ചു ചേരാനുള്ള ഒരു വേദി കൂടി കേരള ജ്യോതിഷ പരിഷത്ത് ഒരുക്കുന്നുണ്ട്. അത് എല്ലാവരെയും നമ്മൾ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ കേരള ജ്യോതിഷ പരിഷത്തിൻ്റെ പരിപാടി അവസാനം വരും 50-ാം വാർഷികത്തിൻ്റെ പരിപാടി അവസാനത്തിൽ വരുന്ന വേദിയിൽ വെച്ച് ഒരു വേദി കേരള ജ്യോതിഷ പരിഷത്ത് നമ്മുടെ ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന ജ്യോതിഷ സംഘടനകളുടെ ഭാരവാഹികൾക്കായിട്ടും അതിൻ്റെ പ്രധാന വ്യക്തികൾക്കായിട്ടും നമ്മൾ ആ വേദി അവരെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വേദി സംഘടിപ്പിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമ്മുടെ സെമിനാറുകൾ നടക്കുന്നുണ്ട്. ഇന്നിപ്പോൾ പൂർവ്വ വിദ്യാർത്ഥികളോടായിട്ടുള്ള ശ്രീ രമേശ് ആദ്യത്തെ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്നു. ഇനി വരുന്ന 10 പ്രബന്ധങ്ങൾ അല്ലെങ്കിൽ 10 വിഷയങ്ങൾ ചെയ്യുന്നത് പ്രഗത്ഭമതി. ഇപ്പോൾ രമേശ് പ്രഗത്ഭമതി അല്ല എന്നല്ല പറയുന്നത്. രമേശ് നമ്മുടെ ഒരു കുട്ടിയാണ്. നമ്മുടെ ഇവിടെ പഠിച്ചു വളർന്ന് ഇവിടുത്തെ നമ്മുടെ ഒരാളാണ്. അതല്ലാതെ വരുന്ന 10 പേരുടെ വലിയ പ്രബന്ധങ്ങൾ നല്ല കാമ്പുള്ള നമ്മുടെ നൂതന ആശയങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ജ്യോതിഷത്തെ ബന്ധപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കാലത്തിനനുസൃതമായിട്ടുള്ള ജ്യോതിഷത്തിൻ്റെ വളർച്ചയെ മുൻകണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ചില പ്രബന്ധങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിൽ വളരെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ഒരു പ്രബന്ധവും നിങ്ങൾ ഒഴിവാക്കരുത്. ഇത് കേരള ജ്യോതിഷ പരിഷത്തിന് വേണ്ടിയല്ല ചെയ്യുന്നത്. ജ്യോതിഷം അറിയണമെന്നും ജ്യോതിഷത്തിലേക്ക് കൂടുതൽ അവനവൻ്റെ അറിവ് വർദ്ധിപ്പിക്കണമെന്നും ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി തന്നെയാണ്. ആർക്ക് വേണമെങ്കിൽ പങ്കെടുക്കാവുന്ന തുറന്ന വേദിയാണ്. അപ്പോൾ ഈ വേദിയിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇത് ഒരു വലിയ അസുലഭ നിമിഷം തന്നെയാണ്. അസുലഭ ദിനങ്ങൾ തന്നെയായിരിക്കും നിങ്ങൾക്ക് ഈ വർഷം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്, സംശയമില്ല. അത്തരത്തിലുള്ള വലിയ വലിയ വ്യക്തിത്വങ്ങളാണ് ഇവിടെ ഈ വേദി പങ്കെടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ജ്യോതിഷ വിദ്യാവിശാരദ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ അവർ ഒരു സെമിനാർ പോലും വിട്ടുകളയാൻ പാടില്ല. നിർബന്ധമായിട്ടും അവർക്കൊരു രജിസ്റ്റർ ബുക്ക് കൂടെ വെച്ചിട്ടുണ്ട്. എല്ലാ സെമിനാറുകൾക്കും എല്ലാവരും പങ്കെടുക്കണം, രജിസ്റ്ററിൽ ഒപ്പുവയ്ക്കണം. ഇത് കഴിഞ്ഞ് എക്സാം കഴിഞ്ഞ് 3 വർഷം കഴിയുമ്പോൾ അതിൽ ഈ പരീക്ഷയോടനുബന്ധിച്ച് ഈ എല്ലാ സെമിനാറുകളിലും ജ്യോതിഷ പരിഷത്തിൻ്റെ എല്ലാ സെമിനാറുകളിലും പൂർണ്ണമായിട്ട് പങ്കെടുത്ത വ്യക്തികൾക്ക് ഒരു ഗ്രേസ് മാർക്ക് നൽകാൻ കേരള ജ്യോതിഷ പരിഷത്ത് തീരുമാനിച്ചിട്ടുണ്ട്. അതോടെ അറിയിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരുടെയും സാന്നിധ്യം ഉണ്ടാവണം. ആ സാന്നിധ്യം ഇവിടെ കുറിക്കപ്പെടുകയും വേണം. അതായത് രജിസ്റ്റർ ബുക്കിൽ അവരവരുടെ പേര് രജിസ്റ്റർ ചെയ്ത് പോവും വേണം. അപ്പോൾ അത് പ്രത്യേക ശ്രദ്ധയ്ക്കായിട്ട് ഇപ്പോഴത്തെ പഠിതാക്കളുടെ പ്രത്യേക ശ്രദ്ധയ്ക്കായിട്ട് അറിയിക്കുന്നു. ബാക്കി എല്ലാവരും കൂടെ പങ്കെടുക്കുന്നു ഇതുമായിട്ട് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. കേരള ജ്യോതിഷ പരിഷത്തിന്റെ 50-ാം വർഷത്തിന്റെ സുവർണ ജൂബിലി ആഘോഷം ഇത് അല്പം സമയത്തിന് മുന്നേ ഇവിടെ നടക്കുകയുണ്ടായി. ജ്യോതിഷ പരിഷത്ത് ഇത് സ്വന്തമായ തറവാട്ടിൽ നിന്ന് തുടങ്ങുന്നത്. ആ പരിഷത്തിന്റെ ഉദ്ഘാടനം, സുവർണ ജൂബിലി ഉദ്ഘാടനം വളരെ ലളിതമാക്കിയതും അത് വളരെ അധികം എല്ലാവർക്കും പ്രയോജനപ്പെടുന്നതായ കാര്യമാണ്. ജ്യോതിഷ പരിഷത്തിന്റെ വളർച്ച ഇന്ന് അത്യുന്നതങ്ങളിൽ നിൽക്കുന്നു. ഇനിയും ജ്യോതിഷ പരിഷത്ത് വളരേണ്ടതുണ്ട്.
അതിലേക്ക് നമ്മുടെ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട നമ്മുടെ MP വളരെ കാര്യഗൗരവത്തോടു കൂടിയിട്ട് കുറെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ടായി. അത് ജ്യോതിഷ പരിഷത്തിന്റെ എല്ലാ നിലകളിലും വളരെ വലുതാണ്. ഈ യൂണിവേഴ്സിറ്റി തുടങ്ങുന്ന കാര്യം കൂടി പറഞ്ഞത് നമുക്ക് വളരെ അഭിമാനപൂർവമായി ഈ 50-ാം വർഷം വളരെയധികം പ്രയോജനപ്പെടുന്നുവെന്നും കൂടി പറയുന്നു. പിന്നെ ഇവിടെ പരിഷത്തിന്റെ ക്ലാസ്സുകൾ വളരെയധികം നല്ല രീതിയിൽ നടന്നു വരുന്നു. അത് ഓൺലൈൻ ക്ലാസ്സുകളുണ്ട്. വളരെ വളരെ ലാഘവത്തോടുകൂടി ആ കുട്ടികൾ ക്ലാസ്സുകൾ പങ്കെടുക്കുന്നു. അതുപോലെ തന്നെ പരിഷത്തിന്റെ മാഷന്മാർ നല്ല ക്ലാസ്സുകൾ അവരുടെ ഉള്ളിലുള്ള വിജ്ഞാനപ്രദങ്ങളായ കാര്യങ്ങൾ ഇനിയും അവരുടെ ഉള്ളിൽ കാര്യങ്ങളുണ്ട്. അത് നമുക്ക് തുറന്ന് കാണിച്ചുകൊണ്ട് ആ കുട്ടികൾക്ക് മനസ്സിലാക്കുന്ന വിധത്തിൽ എവിടെയും അങ്ങനെ പറയില്ല. ആ ഗുരുകുല വിദ്യാഭ്യാസം എന്ന് പറഞ്ഞെങ്കിൽ പണ്ട് ഇങ്ങനെ എഴുതി തരുന്നില്ല, പറഞ്ഞു തരുള്ളൂ, അത് കേട്ട് പഠിക്കണം, അങ്ങനെയൊക്കെ പഠിച്ചത് ഞാൻ. അപ്പോൾ ആ എഴുതി കൊടുക്കുന്ന ശ്ലോകങ്ങളും അതിന്റെ അർത്ഥങ്ങളും അന്വയാർത്ഥങ്ങളും വളരെ ലാളിത്യമെന്ന ഭാവത്തോടുകൂടി അവര് പറഞ്ഞു പഠിക്കണം. അത് മാത്രം പോരാ, ഓർമ്മശക്തിയിൽ അത് പഠിച്ച് മനസ്സിലാക്കണം. നല്ല ജ്യോതിഷികളായിട്ട് ഈ പരിഷത്തിന്റെ 50-ാം വർഷത്തോട് നടക്കുന്നതായ ഈ വേളയിൽ അവർ നല്ല ജ്യോതിഷ്യമായിട്ട് പുറത്തു വരണം. അത് മാത്രമല്ല, ഈ കേരള ജ്യോതിഷ പരിഷത്തിനോട് വളരെ കൂറ് ഉണ്ടാവണമെന്നും അതുപോലെ തന്നെ അവരെ എപ്പോഴും ബന്ധപ്പെടണമെന്നും വളരെ അധികം കാര്യഗൗരവത്തോടുകൂടി ഞാൻ പറയുന്നു. അതുപോലെ തന്നെ ജ്യോതിഷ പരിഷത്തിന്റെ പ്രവർത്തന ശൈലികൾ നമ്മുടെ ഇവിടെ അധ്യക്ഷ വയസ്സരായ നമ്മുടെ ആദരണീയനായ ശ്രീ അഡ്വക്കേറ്റ് രഘുരാമ പണിക്കർ ഒരു കാര്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വളരെ പഠിച്ച് ഒരു ഗവേഷണ വിദ്യാർത്ഥി ചെയ്യുന്ന പോലെ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം ഇവിടെ പ്രവർത്തനരഹിതമാക്കുന്നത്. വളരെ വളരെ ബുദ്ധിയും വളരെ ലാളിത്യ മനോഭാവം കൂടിയുള്ള ഒരു വ്യക്തി തന്നെയെന്ന് പറയണം. അത്രയും വളരെ കൃത്യനിഷ്ഠയോട് കൂടിയിട്ട് എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് വിദ്യാർത്ഥികൾക്ക് വേണ്ടതായ കാര്യങ്ങൾ അതുപോലെ തന്നെ അവർക്ക് അദ്ദേഹത്തോട് എന്ത് കാര്യങ്ങൾ ചോദിക്കാനുള്ള ഒരു കഴിവും അതുപോലെ തന്റെ അളവും അതുപോലെ തന്നെ അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഈ കേരള ജ്യോതിഷ പരിഷത്ത് എന്ന പ്രസ്ഥാനം വളരെ വലുതാണ്. അതുപോലെ ഇതൊരു സ്ഥാനത്ത് ഒരു കേരളത്തിലെ എവിടെയും അങ്ങനെ ഒരു പ്രസ്ഥാനം വളർന്നിട്ടില്ല. ഇത് അന്തരാഷ്ട്രീയമായ നിലയിൽ എത്തിച്ചേരുന്നതാണ് എന്ന് ഊന്നി പറയുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ രഘുരാമ പണിക്കർ എന്ന നമ്മുടെ പ്രസിഡന്റ് കേരള ജ്യോതിഷ പരിഷത്തിന് വേണ്ടിയതായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഇപ്പോ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായാലും ശരി മറ്റ് വ്യക്തികളായാലും ശരി വളരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും അതുപോലെ തന്നെ ഒരു മീറ്റിംഗിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചർച്ചയെ വളരെ മനസ്സിലാക്കിക്കൊണ്ട് അപ്പൊ അവരോട് പറയില്ല, അത് പഠിച്ച് നല്ലപോലെ ബുദ്ധിയോടുകൂടിയാണ് ആ കാര്യങ്ങൾ മനസ്സിലാക്കി നമുക്ക് തരുന്നത്. ജ്യോതിഷ പരിഷത്തിന്റെ ഈ ക്ലാസുകൾ വളരെ നല്ല അഭിലാഷ്യമുള്ളതും ഗണിതം ശാസ്ത്രീയമായി ഗുരുകുല വിദ്യാഭ്യാസമായി ഇവിടെ നമ്മുടെ മാഷ്മാര് വളരെയധികം കൊടുക്കുന്നുണ്ട്. അത് വളരെയധികം കാര്യഗൗരവത്തോടു കൂടിയിട്ട് അവർ പഠിക്കുകയും ശരിക്കും കാൽക്കുലേഷൻ തന്നെയാണ്, നല്ല ബുദ്ധിമുട്ടിൽ പഠിക്കാൻ എങ്കിൽ കൂടി അത് പഠിച്ച് മനസ്സിലാക്കേണ്ടതായ ഒരു പ്രസ്ഥാനം തന്നെയാണ് ഈ ജ്യോതിഷം. അതുപോലെ എനിക്ക് മനസ്സിലാക്കി കഴിയുന്നത് കേരള ജ്യോതിഷ പരിഷത്തിന്റെ ഒരു ഗ്രന്ഥം തന്നെ നമ്മുടെ പ്രസിഡന്റ് രചിച്ചുണ്ടാക്കുമെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം ജ്യോതിഷികൾ പറഞ്ഞുകൾ കൂടുതൽ അദ്ദേഹം പഠിച്ചിട്ടുണ്ട് ഇപ്പോ. കാരണം ഇവിടെ പ്രബന്ധങ്ങളും അതുപോലെ തന്നെ എല്ലാ ക്ലാസ്സുകളും എടുക്കുമ്പോൾ തന്നെ അത് കേട്ട് പഠിച്ച് ഒരു ഗ്രന്ഥമാളത്തേലും ഉണ്ടാക്കും. അത് അധികം താമസികൾ തന്നെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. ആ ഗ്രന്ഥകർത്താവ് രഘുരാമ പണിക്കർ തന്നെയാണെന്ന് വിശ്വസിച്ചുകൊള്ളുകയും അദ്ദേഹത്തിന് ഇനിയും പ്രവർത്തന ശൈലികൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. ആ പ്രവർത്തന ശൈലികൾ വളരെ നിഗൂഢമായിട്ട് അദ്ദേഹം നമ്മളിൽ എത്തിച്ച് തരുന്നതാണ്.
അതിന് വേണ്ട സൗകര്യങ്ങളും അതിന് വേണ്ട ഈശ്വരാനുഗ്രഹങ്ങളും അദ്ദേഹത്തിന് വളരെയധികം ഈശ്വരൻ കൊടുക്കണമെന്ന് പറയുകയും ഈ രഘുരാമപ്പടിക്കല് വളരെ സ്നേഹത്തോടെ ഹൃദയത്തിന്റെ മനസ്സിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തിനെ വളരെയധികം എൻ്റെ സ്വന്തം പേരിലും ജ്യോതിഷ പരിഷത്തിന്റെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇടന്ന് നമ്മുടെ ഈ ജ്യോതിഷ പരിഷത്ത് സുബ്രഹ്മണ്യ ജോബിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ബഹുമാന്യനായ ആദരണീയനായ നമ്മുടെ MP TN പ്രതാപൻ, ഞങ്ങൾ വളരെ അറിയുന്ന ആളാണ്. അദ്ദേഹം വളരെ കുറെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നത്, അത് നമ്മുടെ യൂണിവേഴ്സിറ്റി വരെ എത്തിച്ചേരാനുള്ള സൗകര്യങ്ങൾ ഇന്ന് ഈ വേദിയിൽ സംസാരിക്കുകയുണ്ടായി. അത് നമ്മളെ ഏറ്റവും ഇന്നത്തെ ഈ ദിവസത്തെ ഒരു പ്രധാന സുദിനമായി കണക്കാക്കാം. രണ്ടാമത്തെ കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തിന് പറയേണ്ടായി, ഇവിടെ ഗ്രന്ഥശാലയുണ്ട്, ആ ഗ്രന്ഥശാലയിലേക്ക് ആൾക്ക് പുസ്തകം ആൾക്ക് കൊടുക്കുക. ഇവിടെ കൊടുത്തത് ആൾക്ക് പൂച്ചക്കാണ്, അതാണ് മേടിക്കാൻ. പക്ഷെ നമ്മുടെ ആ ബന്ധമുണ്ട്, ആത്മബന്ധമുണ്ട്. അദ്ദേഹം അതെ, വളരെ സന്തോഷം പുസ്തകം കൊടുത്തത്, പുസ്തകങ്ങളാണ് സ്വീകരിക്കുക. അപ്പൊ അദ്ദേഹത്തോട് ഞാൻ പറയും, നേരത്തെ വിചാരിച്ചാണ് അദ്ദേഹത്തിനോട് കൂടെ ഇവിടുത്തെ ഗ്രന്ഥശാലയിലേക്ക് പുസ്തകം തരണമെന്ന്. അത് ഞാൻ അഭ്യർത്ഥിക്കുകയുണ്ടായി. അതാണ് അദ്ദേഹം ആളുടെ പാർലമെന്റ് സമ്മേളനം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ കൊണ്ട അദ്ദേഹം ഇവിടെ വന്ന് ആ ഗ്രന്ഥം 101 പുസ്തകങ്ങൾ ഇവിടെ തരുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ഏറ്റവും നല്ല കാര്യം. ആ ഗ്രന്ഥശാലയ്ക്ക് ഞാൻ പ്രസിഡന്റിനോട് പറയുന്നത് നവഗ്രഹ എന്ന ഗ്രന്ഥ പേര് കൊടുക്കണമെന്ന് ഞാൻ പറയുന്നു. അത് എൻ്റെ ഒരു മനസ്സിൽ തോന്നിയതാണ്. പറ്റുമെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേരിടാം, വിരോധമൊന്നുമില്ല. ആ ഗ്രന്ഥം നവഗ്രഹ ഗ്രന്ഥശാല പേരിട്ടുകൊണ്ട് ജ്യോതിഷ പരിഷത്ത് നല്ല രീതിയിൽ ഗ്രന്ഥം ഇവിടെ വരുന്ന വിദ്യാർത്ഥികൾ ആ ഗ്രന്ഥം നോക്കി അവർക്ക് അതിന്റെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. കൊണ്ടുവന്ന് സന്ദർഭിക്കുന്നത് ഇവിടെ വെച്ച് കാണാം, കണ്ട് മനസ്സിലാക്കി അതിന്റെ സംശയങ്ങളൊക്കെ തീർക്കാവുന്നതാണ്. അദ്ദേഹത്തിന് എന്റെ സ്വന്തം പേരിലും ഈ ജ്യോതിഷ പരിഷത്തിന്റെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതോടെ നമ്മുടെ ജനറൽ സെക്രട്ടറി സുരേന്ദ്രൻ പണിക്കർ കോലി കുറെ കാലങ്ങളായി അദ്ദേഹത്തിനെ കണ്ടുതുടങ്ങിയിട്ട്. അപ്പൊ അദ്ദേഹം ഇവിടെ കുറെ കാര്യങ്ങൾ നമ്മുടെ കേരള ജ്യോതിഷ പരിഷത്തിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ അഗാധമായിട്ട് പോകുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലികളും പ്രവർത്തനങ്ങളും കാര്യവിവരങ്ങളും നമ്മുടെ മീറ്റിങ്ങിനാണ് അത് കൊണ്ടുവന്നിരുന്നത്. അദ്ദേഹത്തിനും എന്റെ സ്വന്തം പേരിലും ജ്യോതിഷ പരിഷത്തിന്റെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അടുത്തത് കെ നാരായണൻ അമ്പലൂരിൽ എന്ന് പറയും, നാരായണനെ വിളിക്കാം. അപ്പൊ അദ്ദേഹം നമ്മുടെ ജ്യോതിഷ പരിഷത്തിന്റെ പ്രസിഡന്റ് ആണ്, വൈസ് പ്രസിഡന്റ് ആണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഇപ്പൊ കുറച്ച് നാളായിട്ടുള്ള മീറ്റിങ്ങിലൊന്നും പങ്കെടുക്കാറില്ല. സുഖമില്ലാത്തതുകൊണ്ട് പക്ഷെ അദ്ദേഹം നല്ല ഭാഷകള്, നല്ല കാര്യങ്ങൾ, ഒരു എഴുത്തുകാരൻ കൂടിയാണെന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കാം. ആള് ലേഖനങ്ങൾ എഴുതാറുണ്ട്, നമ്മുടെ ആശ്രയ പ്രകാശം എഴുതാറുണ്ട്. അതിപ്പോ കുറച്ചു കാലം നിർത്തിവെച്ചിരിക്കുകയാണ്. അത് വീണ്ടും നമുക്ക് തുടങ്ങണം. നമ്മുടെ ബഹുമാനപ്പെട്ട MP-യോട് എന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിന് എന്റെ സ്വന്തം പേരിലും ജ്യോതിഷ പരിഷത്തിന്റെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അടുത്ത ജനറൽ സെക്രട്ടറി ഉണ്ണിരാജ് ഗ്രൂപ്പാണ്. ഉണ്ണിരാജ് ഗ്രൂപ്പ് നമ്മുടെ ജ്യോതിഷ പരിഷത്തിന്റെ കുറെ കാര്യങ്ങൾ ഇവിടെ സംസാരിക്കുകയുണ്ടായി. കുട്ടികൾക്കുണ്ടായ പ്രചോദനങ്ങൾ നൽകാറുണ്ട്, ചർച്ചകളിലേക്ക് വരാറുണ്ട്, വളരെ ലളിതമായ കാര്യങ്ങളും പങ്കെടുക്കാറുണ്ട്. അദ്ദേഹത്തിനും എന്റെ പേരിലും കേരള ജ്യോതിഷ പരിഷത്തിന്റെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അടുത്ത നമ്മുടെ ട്രഷറർ മധുസൂദനൻ പീച്ചറക്കൽ. അദ്ദേഹം ചർച്ചകളിൽ അഗ്രഗണ്യനാണ്. വിവാദ കാര്യങ്ങളിൽ അത് സംസാരിച്ച് അത് സമന്വയത്തിൽ കൊണ്ടുവരാൻ പറ്റിയൊരു വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിനും എന്റെ പേരിലും കേരള ജ്യോതിഷ പരിഷത്തിന്റെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നമ്മുടെ ഈ പരിഷത്തിന്റെ ബാലകൃഷ്ണൻ പണിക്കർ ഷൊർണൂർ എന്റെ ചേട്ടനാണ്, ഞാൻ ചേട്ടൻ തന്നെ വിളിക്കാം. അദ്ദേഹം ഇവിടെ ചെയ്യുന്നതായ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതായ ബാലപാഠങ്ങളും അതുപോലെ തന്നെ ജ്യോതിഷത്തിന് കിട്ടുന്നതായ അറിവുകൾ ആള് എന്താ പറയാ ഗുരുവിടെ വിദ്യാഭ്യാസത്തിൽ പഠിച്ചാണ്. കുറെ ശ്ലോകങ്ങളും നമ്മൾ കേൾക്കുന്ന കുറെ ശ്ലോകങ്ങളും കുറെ കാര്യങ്ങളും അദ്ദേഹം പറയും. അദ്ദേഹം ആ അറിവ് അദ്ദേഹത്തിന് അന്ന് ഈ കുട്ടികൾ നിർബന്ധമായിട്ട് മേടിക്കണം. അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ കയ്യിലെടുക്കുന്ന ശ്ലോകങ്ങളും കുറുക്കുവഴികളും അതുപോലെ തന്നെ ഗണിതത്തിന്റെ പ്രധാന ഭാഗങ്ങളും അടുത്ത് പറയുന്നതായി ആ ഭാഗങ്ങൾ ചർച്ച ചെയ്ത് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. അദ്ദേഹത്തിനും എന്റെ പേരിലും
കേരള ജ്യോതിഷ പരിഷത്തിന്റെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇത് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളുടെ പ്രിയങ്കരനായ ശിവദാസ് തെലങ്കര, അദ്ദേഹം ഒരു ചുറുചുറുക്കുള്ള ഒരു വിദ്യാർത്ഥി നേതാവ് എന്ന് തന്നെ പറയാം. വളരെ കാര്യങ്ങൾ സംസാരിക്കും. ഇപ്പൊ കുട്ടികളോട് പറയുകയുണ്ടായി, എല്ലാവരും ഒരു സമന്വയിപ്പിച്ചുകൊണ്ട് ആ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ ഒരു ഒറ്റ കീഴിൽ നിന്നുകൊണ്ട് എല്ലാ ചർച്ചകളിലും എല്ലാ പ്രബന്ധാവതരണത്തിലും പങ്കെടുത്ത് അവരതിൽ കൂടെ വലുതാകണം. അപ്പൊ ഒരു കൂട്ടമായൊരു പ്രസ്ഥാനം വരിക ചെയ്യണം. അതാണ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ ഉറച്ചമായ വിശ്വാസം. അവരെ ഒരുമിച്ച് നിൽക്കണം, എല്ലാവരും ഒരേ രേഖയിൽ വരണം എന്ന് അഭ്യർത്ഥിക്കുകയും അദ്ദേഹത്തിന് എന്റെ പേരിലും കേരള ജ്യോതിഷ പരിഷത്തിന്റെ പേരിലും വളരെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പിന്നെ ഇവിടെ പ്രത്യേക ശ്രദ്ധയുള്ള നമ്മുടെ സംഗീത സംവിധായകൻ വിദ്യാധരൻ മാഷ്, അദ്ദേഹം ഇവിടെ കുറെ കാലങ്ങളായിട്ട് ഇവിടെ ഉണ്ട്, ഇവിടുത്തെ സ്ഥിരം അംഗമാണ്. അദ്ദേഹം ജ്യോതിഷ അറിയിൽ തന്നെ കുറെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നമുക്ക് ഇപ്പൊ പറയണ്ടായി. രാഹുകാലത്തിനെ കുറിച്ച് പറയണ്ടായാണ്. 9-10 രാഹുകാലായിരുന്നു, അതുകൊണ്ടാണ് നടക്കാൻ ഇത് പറയണ്ടായി. പക്ഷെ ശരിയാണ്. അപ്പൊ അദ്ദേഹത്തിന് പ്രത്യേക ഒരു അവാർഡ് പോലെ തന്നെയാണ് നമ്മുടെ MP TN പ്രതാപൻ MP ആള് പറഞ്ഞു കൊടുത്തത്. ആൾക്ക് ചടങ്ങിന് പങ്കെടുക്കാൻ പറ്റില്ല, അതൊരു ഷാള് അദ്ദേഹത്തെ അണിയിക്കുണ്ടായി. വളരെ ഒരു രസകരമായ ഒരു സംഗതിയായിരുന്നു. അദ്ദേഹത്തിന്റെ എന്റെ സ്വന്തം പേരിലും കേരള ജ്യോതിഷ പരിഷത്തിന്റെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊടുത്തു. അടുത്ത് നമ്മുടെ വിഷയാവതരണം നടത്തുന്ന രമേശ് പണിക്കർ, വളരെ കാലങ്ങളായിട്ട് ഞാൻ അദ്ദേഹത്തിന് അറിയുന്നതാണ്. ഞാൻ ജ്യോതിഷം പഠിക്കാൻ പോകുന്ന കാഞ്ഞാണി ബാലം പഠിക്കാൻ ഇന്ന് അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. അദ്ദേഹത്തിന് വലിയ പ്രണാമം അർപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിലാണ് ഞാൻ ജ്യോതിഷം പഠിക്കാൻ പോയിരുന്നത്. അപ്പൊ ഇവര് ഈ രമേശ് പണിക്കര് ട്യൂട്ടോറിയൽ നടത്തുന്ന സമയമാണ്. അദ്ദേഹം വാൾപോസ്റ്റ് ഒട്ടിക്കണ സന്ധ്യാസമയത്ത് ആ വ്യക്തി ഇന്ന് നല്ല രീതിയിൽ കേരള ജ്യോതിഷ പരിഷത്തിന്റെ പ്രബന്ധാവതരണം നടത്തുമെന്ന് മനസ്സിലാക്കിയപ്പോൾ വളരെയേറെ സന്തോഷമുണ്ട്. ഇത്രയും സന്തോഷകരമായ കാര്യമൊന്നുമില്ല. അദ്ദേഹത്തിന് ഈ ശ്രീരാധക വിചിന്തനം എന്ന വിഷയം വളരെ ഭംഗിയോടുകൂടി, വളരെ ഐശ്വര്യത്തോടുകൂടി, വളരെ ലാഘവത്തോടുകൂടി, വളരെ വ്യക്തിത്വത്തോടുകൂടി നടത്തി ജ്യോതിഷികൾക്ക് അത് എത്തിച്ചു കൊടുക്കുവാൻ അദ്ദേഹത്തിന് നല്ല കാര്യപ്രാപ്തി ഉണ്ട് എന്ന് മനസ്സിലാക്കിയുണ്ട്. അദ്ദേഹത്തിനും എന്റെ സ്വന്തമായ രീതിയിലും കേരള ജ്യോതിഷ പരിഷത്തിന്റെ പ്രസ്ഥാനത്തിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ അത് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടുന്നു. അതുപോലെ തന്നെ നമുക്കിവിടെ ശബ്ദം വന്ന അജയ് ഘോഷ് എന്ന വ്യക്തിക്ക് നമ്മുടെ ജ്യോതിഷ പരിഷത്തിന്റെ ഓഫീഷ്യൽ വർക്കുകൾ ചെയ്ത രാധാകൃഷ്ണൻ ബാബു എന്നിവർക്കും നമുക്ക് ഭക്ഷണ ക്രമീകരണങ്ങൾ ചെയ്തു തന്ന അദ്ദേഹം അവണയാട്ടുകളിലെ എല്ലാവർക്കും, അവണയാട്ടുകളിലെ എല്ലാ ഓഫീസ് സ്റ്റാഫുകൾക്കും എന്റെ സ്വന്തം പേരിലും കേരള ജ്യോതിഷ പരിഷത്തിന്റെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ തന്നെ നമുക്ക് മാധ്യമ പ്രവർത്തകർ, ഫോട്ടോഗ്രാഫർ, താര സ്റ്റുഡിയോ, അവർക്ക് എല്ലാവർക്കും എന്റെ സ്വന്തം പേരിൽ ജ്യോതിഷ പരിഷത്തിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ ലളിതമായ വാക്കുകൾ നിർത്തിക്കൊണ്ട് നന്ദി, നമസ്കാരം. താങ്ക് യു. ഇവിടെ കേരള ജ്യോതിഷ പരിഷത്തിന്റെ സോറി, വളരെ നമുക്ക് നമ്മുടെ ഒരു മാഷുണ്ട് മാധവൻ നമ്പൂതിരി. അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയപ്പെട്ടതാണ്. 4 ഡിഗ്രികൾ എടുത്ത അദ്ദേഹത്തിന് ജ്യോതിഷത്തിൽ PhD എടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അദ്ദേഹത്തിന് ആയുരാരോഗ്യ സൗഭാഗ്യങ്ങളും ഇനിയും PhD ഉണ്ടാവട്ടെ എന്നതും താന്ത്രികത്തിൽ PhD എടുക്കുകയും അതുപോലെ തന്നെ നമ്മുടെ മാധ്യമ പ്രവർത്തകർ അതായത് ജ്യോതിഷ പരിഷത്തിന്റെ യൂട്യൂബിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും വാട്സാപ്പിലും നമുക്ക് ന്യൂസ് തരുന്ന ശ്രീകുമാർ കുറുപ്പ്, അദ്ദേഹത്തിന് ഞാൻ വിട്ടുപോയി. എന്റെ അടുത്താണ് താമസിക്കുന്നത്, ഞങ്ങളുടെ അടുത്താണ് താമസിക്കുന്നത്. അദ്ദേഹത്തിനും എന്റെ സ്വന്തം പേരിലും കേരള ജ്യോതിഷ പരിഷത്തിന്റെ പേരിലും വളരെ നന്ദി പറയുന്നു. അതുപോലെ അരവിന്ദൻ നെല്ലുവായി വിട്ടുപോയ ആളാണ്. അദ്ദേഹത്തിനും എന്റെ സ്വന്തം പേരിലും കേരള ജ്യോതിഷ പരിഷത്തിന്റെ പേരിലും വളരെ നന്ദി പറയുന്നു. നമ്മുടെ ഈ യൂട്യൂബ് എല്ലാരും കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. വേണ്ട,
അതുപോലെ തന്നെ ഇവിടെ പങ്കെടുത്ത ജ്യോതിഷ പ്രേമികൾക്കും ബന്ധുജനങ്ങൾക്കും ജ്യോതിഷം കൈകാര്യ വിദ്യാർത്ഥിനികൾക്കും എന്റെ സ്വന്തം പേരിലും കേരള ജ്യോതിഷ പരിഷത്തിന്റെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ സംഭവിക്കുന്നു. ജയ് കേരള ജ്യോതിഷ പരിഷത്ത്. താങ്ക് യു. എല്ലാവർക്കും ഭക്ഷണം ഇവിടെ ചെയ്തിട്ടുണ്ട്. അതുകൂടാണ്ട് നമ്മുടെ ഇവിടെ ഗീർമശ്രേയ എന്ന യൂട്യൂബ് ചാനൽ കേരളം ജ്യോതിഷ പരിഷത്ത് ആരംഭിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. അതിൽ എല്ലാവരും അതിൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് മാറണം. അതിലൂടെ ഒരുപാട് പ്രഭാഷണങ്ങൾ നടത്തുന്നുണ്ട്. അതൊക്കെ പങ്കെടുക്കണം.